Our panel discussion: Money Talks, Startups, Markets, Investment and Health. Moderating this session is Ms. Elizabeth Chorian, NSM Certified Investor and Trader. Please come onto the stage. Nalloru kayadi. So joining here on the panel we have Mr. Sharik Shamsuddin, co-founder and CEO Magafeed, Mr. Mohammad Hizamuddin, CEO Entry App, Mr. Sujit S, SEBI Registered Research Analyst. ഏവരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി പാനൽ ഡിസ്കഷൻ ആണ്. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് സ്റ്റാർട്ടപ്പിനെ പറ്റി, പൈസേനെ പറ്റി, അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്, ഹെൽത്ത്. ഈ കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ കൂടെ 3 അമേസിംഗ് ആയിട്ടുള്ള പാനലിസ്റ്റുകളുണ്ട്. ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടാം. സുജിത് എസ്. നിങ്ങൾക്ക് അറിയോ അദ്ദേഹം ആരാണെന്ന്? എനിവൺ? He's a SEBI registered research analyst with 10 years of experience in stock market. നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റനെയർ ഉണ്ട്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാം. So give him a big round of applause. നെക്സ്റ്റ് ഇസ് ഹിസാമുദ്ദീൻ. എൻട്രി ഒരു കപ്പലാണെങ്കിൽ നമുക്കൊരു കപ്പിത്താൻ ഉണ്ടാവുമെന്ന് പറയത്തില്ലേ? ഹി ഈസ് എ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. എൻട്രിയുടെ ഫൗണ്ടർ മിസ്റ്റർ ഹിസാമുദ്ദീൻ. അടുത്ത ആളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഹിസ് എൻ ഓൺടർപ്രണർ, യൂട്യൂബർ, ട്രേഡർ, ഇൻവെസ്റ്റർ ആൻഡ് വാട്ട് നോട്ട്. ലെറ്റ്സ് വെൽക്കം ഷാരിഖ്. സോ എവ്രിവൺ എക്സൈറ്റഡ് ആണോ ഇങ്ങനെ ഒരു പാനൽ ഡിസ്കഷന് വേണ്ടി? ആണെന്ന് പറ. യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പാനൽ ഡിസ്കഷൻ്റെ ഒരു ഫ്ലോ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളായിരിക്കും. പിന്നെ നമുക്കൊരു എൻഗേജിങ് ഫൺ ആയിട്ടുള്ള ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് ഉണ്ടാവും. ലാസ്റ്റ് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇതിൽ ബിസിനസ് ചെയ്യണം, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ഒരു ഫൗണ്ടർ ആകണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഗ്രേറ്റ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇവിടെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് ഇറങ്ങണം, അതേപോലെ ഇൻവെസ്റ്റർ ആകണം എന്ന് ആഗ്രഹിക്കുന്നവരോ? ഗ്രേറ്റ്. നിങ്ങൾക്കിവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ നമുക്ക് അധികം ഡിലേ വരുത്താതെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് സുജിത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സുജിത്, ഹായ്. ഫസ്റ്റ് തന്നെ എൻ്റെ ട്രേഡിംഗ് ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2015 കഴിഞ്ഞ ശേഷമാണ്. ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒരു അഡ്വൈസറി കമ്പനിയുടെ റിസർച്ച് അനലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയായിരുന്നു അത്. അതിൽ ഞാൻ വർക്ക് ചെയ്തു 7 വർഷത്തോളം. ആ കമ്പനി തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിക്ക് ഓൺ വർക്ക് ചെയ്തു. അതിനുശേഷം കൊച്ചിയിൽ തന്നെയുള്ള DBFS എന്ന് പറഞ്ഞ ബ്രോക്കിംഗ് കമ്പനിയുടെ റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം മോട്ടം എന്ന് പറഞ്ഞ PMS കമ്പനിയുടെ റിസർച്ചിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഫേമാണ് ഇൻസൈറ്റ് റിസർച്ച് അനലറ്റിക്സ്. അതായത് ഞാൻ SEBI രജിസ്റ്റേർഡ് ആയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്തൊരു ഫേമാണത്. അത് എൻ്റെ ഈ ഒരു ജേണിയിലേക്ക് എന്നെ എത്തിച്ചത് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരിക്കലും എൻട്രി ആവണമെന്ന് വിചാരിച്ച ഒരാളല്ല. അതങ്ങനെ എത്തിപ്പെട്ടതാണ്. ബട്ട് അവിടെ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റി, അത് എൻ്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും പറ്റി. ഈവൻ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഇപ്പോൾ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും അതിനെക്കുറിച്ചുള്ള സബ്ജക്റ്റ് സംസാരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. അതിപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനായിട്ട് പാഷനാണ്. നിങ്ങൾക്കിപ്പോൾ ട്രേഡിങ് ചെയ്യണമെങ്കിൽ അതിനോട് നിങ്ങൾക്ക് നല്ല പാഷൻ ഉണ്ടാവണം. ഒരു മണി മേക്കിംഗ് ആയിട്ട് മാത്രം അതിനെ കാണരുത്. അതിനൊരു പാഷനേറ്റ് ആയാൽ മാത്രമേ അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് നമുക്ക് ട്രേഡ് ചെയ്യുക, കുറച്ച് കാശ് ഉണ്ടാക്കണേക്കാട്ടും കൂടുതലായിട്ട് നമുക്കതിൽ നിന്ന് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റും. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ മിസ്റ്റേക്സിന് നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ സക്സസ് ആവുക. ഞാൻ തുടക്കകാലത്ത് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് മാർക്കറ്റ് മേലേക്കാണെങ്കിൽ ഞാൻ താഴത്തേക്കുള്ള ഓപ്ഷൻസാണ് ബൈ ചെയ്യാറ്. മാർക്കറ്റ് ഇപ്പോൾ അപ്സൈഡ് ആണെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്ക് വേണ്ടിയിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ മാർക്കറ്റ് എന്നുള്ളൊരു ദിശയുടെ ഓപ്പോസിറ്റ് ദിശയ്ക്കാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളിൽ പലരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ
അത് ഞാൻ കുറച്ച് കാലം അത് ചെയ്ത് തന്നെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നത് റോങ് ആണ്, തെറ്റാണ്. കാരണം ലോസാണ് വന്നത്, അതുകൊണ്ടാണ് തെറ്റായത്. അതിനുശേഷം ഞാൻ മാർക്കറ്റിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് എന്താ പറയുക, കുറച്ച് പ്രോഫിറ്റ് എന്നുള്ള ഒരു റേഞ്ചിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു മെത്തേഡ് ഫെയിലിയർ ആവും. എല്ലാ നമ്മൾ എടുക്കുന്ന എല്ലാ എൻട്രിയും സക്സസ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ബട്ട് ഈ ഫെയിലിയർ ആവുന്ന ഒരു എൻട്രീനെ എന്തുകൊണ്ട് നമ്മൾക്ക് ഇന്നൊരു ഓപ്ഷൻ എടുത്തു ഫെയിലിയർ ആയി, നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് നോക്കാറുണ്ടോ? ഞാനത് എന്നും റിവൈസ് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ട് ഞാനൊരു ഓപ്ഷൻ ബൈ ചെയ്തു, എന്തുകൊണ്ടാണ് എനിക്ക് ലോസ് ഉണ്ടായത്. അങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന ചെറിയ മിസ്റ്റേക്സ് ആണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഡിമാൻഡ് സോണോ ഒരു സപ്ലൈ സോണോ ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ബൈയോ സെല്ലോ എടുത്തിട്ടുണ്ടാവും. ചെറിയ പോയിന്റ്സ് ആയിരിക്കും. അത് മാക്സിമം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സക്സസ് ആവാൻ പറ്റും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേജർ ട്രെൻഡ് എന്താണോ ആ ട്രെൻഡിൻ്റെ ഒപ്പം നമ്മൾ മാക്സിമം പോകാൻ നോക്കുക. അതിൽ എത്ര കേച്ചപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും കേച്ച് ചെയ്യുക. അതിനൊപ്പം തന്നെ നമ്മൾ റിസ്ക് റിവാർഡും കൃത്യമായിട്ട് തന്നെ മാനേജ് ചെയ്യുക. ഇപ്പം നമുക്ക് ഒരു 20 പോയിന്റ് നമുക്ക് റിസ്ക് എടുക്കാം, എന്നാൽ നമ്മളൊരു 30-40 പോയിന്റ് വരെ അതിൻ്റെ റിവാർഡ് എക്സ്പെക്റ്റ് ചെയ്യുക. എപ്പോഴും കിട്ടണമെന്നല്ല, ബട്ട് മാക്സിമം ശ്രമിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഇന്ന് പോയി 1 ലോട്ട് എടുത്തു, നാളെ പോയി 10 ലോട്ട് എടുക്കുന്നതിന് പകരം കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 ലോട്ടാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ 1 ലോട്ട് വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, ദാറ്റ്സ് എ ഗ്രേറ്റ് ഇൻസൈറ്റ്. നമ്മൾ ഓപ്ഷൻ ട്രേഡേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ആണ്. ഇനി നമുക്ക് ഹിസാമുദ്ദീനിലോട്ട് പോവാം. Can you explain how did you build entry and can you give a brief about yourself, life before entry? ലൈഫ് ബിഫോർ എൻട്രി ഞാൻ എൻ്റെ വീട് കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡ് LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു കോളേജിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഞാൻ എൻ്റെ 3 ഫ്രണ്ട്സിൻ്റെ കൂടെ ബിൽഡ് ചെയ്തിരുന്നു. ദിസ് വാസ് early 2010s. SMS ഗ്യാൻ എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പായിരുന്നു. അപ്പോൾ ആ സമയത്ത് അധികം ആൾക്കാരിലും സ്മാർട്ട് ഫോണൊന്നും ഇല്ല, ആൻഡ്രോയിഡൊന്നും ഇല്ല. അപ്പോൾ SMS-ലൂടെ വിക്കിപീഡിയ ആർട്ടിക്കിൾസ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു. ദാറ്റ് കൈൻഡ് ഓഫ് ഗ്രൂ വെൽ. അറൗണ്ട് 1 കോടി യൂസേഴ്സ് ഉണ്ടായിരുന്നു. വിക്കിപീഡിയ ആർട്ടിക്കിൾസ് മാത്രമല്ല, ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ്, വെതർ റിപ്പോർട്ട്സ്, ക്രിക്കറ്റ് സ്കോർസ്, അങ്ങനത്തെ എന്ത് വേണമെങ്കിലും SMS-ലൂടെ ചോദിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു. അതൊരു ആസ് ഐ മെൻഷൻ ഒരു 1 കോടി യൂസേഴ്സ് ഉണ്ടായിരുന്നു. വി മെയ്ഡ് പ്രിറ്റി ഗുഡ് മണി. ബട്ട് 2013-14 സമയത്താണ് നമ്മുടെ ആൻഡ്രോയിഡ് ഭയങ്കര വൈഡ് ആവുന്നത്. 3000-4000 രൂപയ്ക്ക് ആൾക്കാർക്ക് ആൻഡ്രോയിഡ് ഫോൺസ് അവൈലബിൾ ആണ്. പ്ലസ് വാട്സാപ്പ് കെയിം ഇൻ ടു ദ സീൻ. SMS-ൻ്റെ റെലവൻസ് കുറഞ്ഞു. അപ്പോൾ വി വർ വെരി യങ്. അപ്പോൾ അത് വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വന്നു. ബട്ട് ദ ലേണിംഗ് ദാറ്റ് ഐ ഗോട്ട് ഫ്രം SMS ഗ്യാൻ വാസ്, നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്നതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷനാണ്. വി ആർ 1.4 ബില്യൺ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലോസ് ടു 1.5 ബില്യൺ പീപ്പിൾ ഇൻ India right now. And if you can figure out a problem that affects a large number of this population and solve it using technology, the opportunity of scale is huge. That is, ഇപ്പോൾ ഇന്ത്യൻസിന് ഗ്രൗണ്ട് ലെവൽ എഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ടെക്നോളജി വെച്ചിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ യൂസേഴ്സ് പെട്ടെന്ന് കിട്ടും എന്നുള്ള റിയലൈസേഷൻ SMS ഗ്യാനിലൂടെ നമുക്ക് ഉണ്ടായിരുന്നു, റൈറ്റ്? അപ്പോൾ ആ ഒരു ലേണിംഗ് വെച്ചിട്ടാണ് ഐ ഡിസൈഡഡ് ടു ഡു സംതിങ് ഇൻ education, because education was one of the top issues in India then. This was 2017-18. ഇപ്പോഴും education one of the top issues in India ആണ്. അപ്പോൾ അങ്ങനെയാണ് എഡ്യൂക്കേഷനിലേക്ക് കടന്നത്. എഡ്യൂക്കേഷനിൽ തുടങ്ങിയത് ഇപ്പോഴത്തെ എൻട്രി അല്ല, വേറൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു B2B ഡാഷ്ബോർഡ് ആയിരുന്നു. അതിലൂടെ തുടങ്ങി അത് 2-3 വർഷം ഓടിച്ചു. അതിൽ കുറേ യൂസേഴ്സ് കിട്ടിയില്ല. ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡാഷ്ബോർഡ് ബിൽഡ് ചെയ്യുന്ന സമയത്താണ് എൻട്രിയിലേക്കുള്ള ഇൻസൈറ്റ് കിട്ടിയത്, വിച്ച് ഇസ് PSC എക്സാംസ് വെച്ചിട്ടാണ് തുടങ്ങിയത്. കേരളത്തിലെ PSC എക്സാംസ് ഈ സമയത്തും കുറേ ആൾക്കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസൈറ്റ് വെച്ചിട്ടാണ് PSC ടെസ്റ്റ് പ്രിപ്പ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് തുടങ്ങിയത്. ആൻഡ് ദെൻ വി ഫിഗർഡ് ഔട്ട് ദാറ്റ് ഈ ഗവൺമെൻറ് ജോബ് എക്സാംസ് എഴുതുന്ന ആൾക്കാരിൽ 99.5% ആൾക്കാർക്കും ഗവൺമെൻറ് ജോലി കിട്ടുന്നില്ല, right? Because it's very, very competitive. Millions of people take these exams for only thousands of jobs. About 99.5% want private jobs as well, right? അപ്പോൾ അതിനുവേണ്ടി അവർ സ്കില്ലിംഗ് ചെയ്യും, റൈറ്റ്? അതുകൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ്, കോഡിങ്, പേഴ്സണൽ ഫൈനാൻസ്, അങ്ങനെ ഓരോ സ്കില്ലിംഗ് വെർട്ടിക്കലിലേക്കും കടന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻട്രി വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ക്വിക്ക് ബാക്ക് സ്റ്റോറി.
ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ഫൗണ്ടറിന്റെ ഒരു ചരിത്രം എങ്ങനെയാണ് വന്നത്, എൻട്രിയിലോട്ട് എത്തിച്ചേർന്ന എന്നൊരു ബ്രീഫ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നു. ഷാരിഖിനോട് എനിക്കത് ചോദിക്കേണ്ട കാര്യമില്ല, ഇപ്പൊ ഉള്ള എല്ലാവർക്കും തന്നെ അറിയാം ഷാരിഖിനെ ആരാന്ന്. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്, ഒരു 1 സെന്റൻസിൽ ഷാരിഖ് എന്താണ് എന്ന് പറയാൻ പറഞ്ഞാൽ വാട്ട് വിൽ യു ചൂസ്? യൂട്യൂബർ ഓർ ട്രേഡർ, എന്തായിരിക്കും ചൂസ് ചെയ്യുക? ഞാൻ ആകാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു ഇപ്പം നമ്മൾ നോക്കിയിട്ട് NBS ആവുന്നുണ്ടെങ്കിൽ ഞാനിവിടെ എല്ലാവരും നോക്കും, ഞാൻ ഇസ്ലാമിനെ നോക്കിയിട്ടാകും. കാരണം എൻ്റെ അകത്തുനിന്നുള്ള എൻ്റെ ആഗ്രഹം ഒരു വലിയ ബിസിനസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് മേ ബി മറ്റ് പല സ്ഥലങ്ങളിലും ഞാൻ ആഗ്രഹിച്ച സ്കെയിൽസിലേക്ക് ഒരു പരിധിവരെ എത്തിയത് കൊണ്ടാകാം ഇനി എനിക്ക് എൻ്റെ ലൈഫിൻ്റെ കോളിംഗ് അല്ലെങ്കിൽ ഞാൻ എത്താൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ്. എനിക്കത് ഷാരിഖിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, പ്രീവിയസ് സ്റ്റാർട്ടപ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? റൈറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ എൻ്റെ സ്ഥലത്തിൽ ഞാൻ ട്രേഡിങ്ങിൽ എങ്ങനെ നന്നായി അല്ലെങ്കിൽ തോറ്റ് നന്നായതിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിൽ ഞാൻ തോറ്റ് ഇപ്പോൾ മോശമില്ലാത്തൊരു ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെ വളർത്തലാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള വലിയൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എനിക്ക് അത് ക്രാക്ക് ചെയ്യണം എന്ന് എൻ്റെ അകത്ത് നിന്ന് ഒരു വലിയ ഒരു വാണ്ടും ഒരു ഡ്രൈവും വരുന്നത് ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിലാണ്. ട്രേഡിങ് ഇപ്പോൾ ഈ ഒരു വേദിയിൽ ഒരു വലിയ ഇന്റർനാഷണൽ ട്രേഡർ വന്നിരിക്കുകയും ഒരു വലിയ റിനൗണ്ട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ഒരു ബിസിനസ് മാൻ വന്നിരുന്നാലും ആ ബിസിനസ് മാനെ കാണുമ്പോഴായിരിക്കും എനിക്ക് കുറച്ചുകൂടെ അതുപോലെ ആകണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജീവിതം ഇപ്പം എന്നെ എത്തിച്ചിരിക്കുന്ന അവസ്ഥയിൽ ബിസിനസ് ആണ് ദാറ്റ് സംതിങ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മോർ ദൻ എക്സെല്ലിംഗ് ഈവൻ മോർ ഓൺ ട്രേഡിംഗ്. ഓക്കെ, നമുക്ക് ഇനി ജസ്റ്റ് ഒരു ഐസ് ബ്രേക്കിംഗ് പോലത്തെ ഒരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പല വഴികളിലൂടെ പൈസ സമ്പാദിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ വേദിയിലിരിക്കുന്ന ആളുകളായാലും നിങ്ങളായാലും ഇപ്പോൾ ഓഡിയൻസ് ആയാലും നമുക്കറിയാം നമ്മൾ പല വഴികളിലൂടെ മണി ഏൺ ചെയ്യുന്ന ആളാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ പൈസേനെ വളർത്താനും ശ്രമിക്കുന്ന ആളുകളാണ്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങൾ 3 പേരോടും കൂടാണ്, വാട്ട് ഇസ് മണി ഫോർ യു? വാട്ട് ഇസ് മണി ഫോർ ഷാരിഖ്? വാട്ട് ഇസ് മണി ഫോർ ഹിസാം? വാട്ട് ഇസ് മണി ഫോർ സുജിത്? ഇല്ല, അതെ, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ പണം പലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഷാറുഖ് ഖാൻ പറഞ്ഞ പോലെ കുറച്ച് പൈസ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഫിലോസഫിക്കലായിട്ട് നമുക്ക് ജീവിതത്തിന്റെ ഇന്നർ മീനിങ്സിനെ തേടി പോകാം. ഹെൽത്തിനെ പറ്റി സംസാരിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആള് ഇപ്പോൾ ആണ്, ഒരു പരിധി വരെ പൈസ ഉണ്ടാക്കുന്നത് വരെ. അതിനു മുൻപ് ഞാൻ ഹെൽത്തിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അതിനു മുൻപ് എനിക്ക് പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഒരു പരിധി വരെ പൈസ ഉണ്ടാക്കുന്നതിന് മുൻപ് പൈസ സർവൈവലാ. പൈസ ഇല്ല എങ്കിൽ വീട്ടിലും നാട്ടിലും മുഖം കാണിക്കാൻ പറ്റാത്ത എംബാരസ്മെന്റാ, അല്ലേ? വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ പൈസ പല ഘട്ടങ്ങളിലും പലർക്കും പലതാണ്. അപ്പൊ ഞാൻ അപ്പൊ ഒരു എക്സ് എന്നുള്ള ഒരു ത്രഷോൾഡ് വെച്ചാല് അപ്പൊ ആ ഒരു ത്രഷോൾഡ് എത്തുന്നത് വരെ പൈസ ഫ്യൂവൽ ഇൻ ടുഡേസ് എക്കോണമി. ഇന്നത്തെ എക്കോണമിയുടെ ഫ്യൂവലാണ് പൈസ. ആ പൈസ ഇല്ലാതെ ഇന്നൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ആ ഫ്യൂവലിന് വേണ്ട എക്സ് വരെയുള്ള പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പൈസ ഫ്രീഡമായി, പൈസ ലക്ഷറിയായി, പൈസ സമയം വാങ്ങുന്ന സാധനമായി, പൈസ സന്തോഷം വാങ്ങുന്ന സാധനമായി. അതുവരെ പൈസ എന്ന് പറഞ്ഞാൽ നെസസിറ്റി ആണ് ഇന്നത്തെ ലോകത്ത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പറയുവാണെങ്കിൽ എന്തായിരിക്കും ഷാരിഖിന്റെ പൈസ ഇപ്പോ, ജസ്റ്റ് നൗ? ഇപ്പൊ പൈസ എൻ്റെ ഇന്നർ ഇപ്പോ, അതായത് ഒരു പോയിന്റ് കഴിയുമ്പോൾ എക്സ് കഴിയുമ്പോൾ മനുഷ്യന് സ്വന്തമായിട്ട് അകത്തുനിന്ന് എന്താണോ ആഗ്രഹമുള്ളത് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയില്ലേ? ഫൈനാൻഷ്യൽ ഫ്രീഡം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് എന്താ? നമുക്ക് സന്തോഷവും സമാധാനവും ഉള്ള സാധനമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സാധനത്തിലേക്ക് വർക്ക് ചെയ്യാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ ബേസിക്സ് എല്ലാം കവർ ചെയ്യുന്ന ഒരു സാധനമാണ് പൈസ. അപ്പോൾ എൻ്റെ എല്ലാ ബേസിക്സും കവേർഡാണ്, എൻ്റെ ലക്ഷറീസ് കവേർഡാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇനി എനിക്ക് ആ ടെൻഷനും പേടികളൊന്നുമില്ല. പൈസ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് എവറിത്തിങ്. എനിക്ക് ആകെ ചിന്തിക്കേണ്ടത് എൻ്റെ ട്രൂ ആഗ്രഹങ്ങൾ, എൻ്റെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ, അതിന് വേണ്ടി മാത്രം എൻ്റെ മനസ്സ് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ പൈസ ഈസ് സംതിങ് വിച്ച് ടേക്സ് കെയർ ഓഫ് എവറിത്തിങ് എൽസ്. അപ്പോൾ ഹിസാമിന് വാട്ട് ഇസ് മണി ഫോർ യു? പേഴ്സണൽ ഫൈനാൻസ് കാര്യത്തിൽ അത്യാവശ്യം മോശമാണ്. ഞാൻ മേ ബി ആശാൻ്റെ തന്നെ അഡ്വൈസ് എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഐ ഹാഡ് ദിസ് moment maybe like 7-8 years back. എനിക്ക് കാശിനെ കുറിച്ച് അപ്പാർട്ട് ഫ്രം ഫണ്ട് റേസിങ് അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ ഇക്വിറ്റി സെല്ലി അങ്ങനത്തെ കാശിനെ കുറിച്ച് അങ്ങനത്തെ ഒരു ബ്രോഡ് ഐഡിയ ഉണ്ടെന്നല്ല, അത് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല അധികം. ബട്ട് ഐ വുഡ് സേ ഈ ഒരു കൺസെപ്റ്റ് that I came across like maybe 7-8 years back called time value of money, right? അത് കൈൻഡ് ഓഫ് ഒരു മൈൻഡ് അൺലോക്ക് മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. വിച്ച് ഇസ് ബേസിക്കലി സിമ്പിൾ. ഇപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള 100 രൂപ അടുത്ത വർഷം 100 രൂപയല്ല, അതിൻ്റെ വാല്യൂ കുറയും. ഇറ്റ് മൈറ്റ് ബി 95 rupees or 90 rupees according to whatever inflation is, right? അപ്പോൾ then I kind of context that everything, right? ഇപ്പോൾ ലോകത്തുള്ള മൊത്തം ഫൈനാൻഷ്യൽ എക്കോസിസ്റ്റം ഈസ് കൈൻഡ് ഓഫ് ചേസിങ് ദാറ്റ് കൺസെപ്റ്റ്.
റൈറ്റ്? ഇപ്പോൾ നമ്മൾ എന്തോ ആവാം, ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ഫൈനാൻസ് ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റർ ആവാം, ഒരു VC ആവാം, ഒരു ഹെഡ്ജ് ഫണ്ട് ആവാം, ഗവൺമെൻറ് ബോൺസ് ആവാം, എന്തോ ആവാം. എവ്രി വൺ ഈസ് ചേസിങ് ദാറ്റ് കൺസെപ്റ്റ്. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് വെറുതെ ബാങ്കിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇറോഡ്സ്, ഇറ്റ് ഡീഗ്രോസ്. അപ്പോൾ ഇൻ എ വേ ദി ഹോൾ ഫൈനാൻഷ്യൽ എക്കോസിസ്റ്റം ഈസ് ചേസിങ് ദാറ്റ്. നമ്മുടെ കാശ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാങ്കിലുണ്ടെങ്കിലും അത് വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ചെയ്യില്ല, അത് ആക്ച്വലി ഡീഗ്രോ ചെയ്യാണ്. അപ്പോൾ അത് ഗ്രോ ചെയ്യിക്കലാണ് എല്ലാവരും ഇപ്പോൾ നടത്തുന്നുള്ളത്. അപ്പോൾ കാശ് കൂടുന്തോറും അതിന് ഇമ്പോർട്ടൻസ് കൂടും. ഫോർ എക്സാമ്പിൾ ഒരു ബില്യനർ ആണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ബാങ്കിൽ $1 ബില്യൺ ഉണ്ടെങ്കിൽ പുള്ളിക്ക് എല്ലാ വർഷവും നഷ്ടപ്പെടുന്ന മേ ബി $50 million ആവാം, ഈവൻ 5% ഇറോഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, റൈറ്റ്? അപ്പോൾ ദാറ്റ് ഈസ് വെൻ ഐ കൈൻഡ് ഓഫ് ഗോട്ട് സം കോൺടെക്സ്റ്റ് ഓൺ ഹൗ മണി വർക്ക്സ്. ലൈക്ക് ഒബ്വിയസ്ലി ദർ ആർ ലോട്ട് ഓഫ് അതർ കൺസെപ്റ്റ്സ് ആസ് വെൽ. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് റെസ്പോൺസിബിളായി, ലൈക്ക് പേഴ്സണൽ ഫൈനാൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ സ്റ്റിൽ ഐ വുഡ് സേ I'm not anywhere close to perfect. അപ്പോൾ ഇപ്പോഴും എൻ്റെ നെറ്റ്വർത്ത് 95% ഇപ്പോഴും എൻട്രിയുടെ എക്വിറ്റിയാണ്, വേറെ അധികം സേവിങ്സോ ഒന്നുമില്ല. ഫോർ മീ മണി ഈസ് ജസ്റ്റ് ഫ്യൂവൽ, റൈറ്റ്? ഇപ്പോൾ നമ്മൾ എല്ലാ മാസവും നമ്മുടെ പാഷനെ ചേസ് ചെയ്യാനുള്ള ഫ്യൂവലാണ് മണി, റൈറ്റ്? അപ്പോൾ അത് ഐ വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ഹാവ് ഇനഫ് ടു ചേസ് ദാറ്റ് പാഷൻ, റൈറ്റ്? അപ്പോൾ അത് ഒരു ലിമിറ്റിന് ബിയോണ്ട് പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം എത്ര കാശുണ്ടാക്കി കഴിഞ്ഞാലും എല്ലാവരും നമ്മൾ കടന്നുറങ്ങുന്നത് ബെഡിൽ തന്നെയാണ്, കഴിക്കുന്ന സെയിം ബിരിയാണിയാണ്, സെയിം ബർഗറാണ്. അപ്പോൾ ഒരു ലിമിറ്റിന് മുകളിൽ പോയി കഴിഞ്ഞാൽ കാശിൻ്റെ വാല്യൂ കുറയുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇഫ് ഐ റീച്ച് ദാറ്റ് ലെവൽ ഐ വുഡ് വാണ്ട് ടു ഗിവ് ബാക്ക്, റൈറ്റ്? സോ ബേസിക്കലി തിരിച്ച് ഈ എക്കോ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുത്തിട്ട് അത് ഐ വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ഗിവ് ബാക്ക്. സോ അതാണ് എൻ്റെ ഒരു ബ്രോഡ് കൺസെപ്റ്റ്. ബട്ട് യാ, ദാറ്റ്സ് ഹൗ ഐ എം തിങ്കിങ് അബൌട്ട് മണി. ഓക്കെ, സുജിത്ത്. എൻ്റെ കൺസെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവണം. ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ നമ്മളതിന് വേണ്ടി കൂടുതലായിട്ട് എഫേർട്ട് ഇടും. എഫേർട്ട് ഇടുമ്പോഴാണ് നമ്മുടെ, ഇപ്പം എന്താ പറയുക, നമുക്കൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു 10,000 രൂപയാണ് നമ്മുടെ EMI. നമുക്ക് നെറ്റ് 10,000 തന്നെ സാലറി ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സാലറി ഇൻക്രിമെൻറ്റ് ചെയ്യാൻ നോക്കും. അത് നമ്മുടെ എന്താ പറയുക, ഒരു ആഗ്രഹം പോലെയാണ്. ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും പരിശ്രമിക്കും. അതാണ് എനിക്ക് മണിയിലുള്ള ഏറ്റവും വലിയ കോൺസെപ്റ്റ്. അത് മാത്രമല്ല, നമ്മൾ വേറൊരാളുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ, ഇപ്പം എന്താ പറയുക, നമ്മൾ ഫെയിലിയർ ആണെന്ന് എല്ലാവരും പറയുന്നു. മറ്റൊരാളുടെ മുന്നിൽ ചെന്ന് നമ്മൾ സക്സസ് ആയി നിൽക്കുമ്പോൾ അത് പൈസയെക്കാട്ടും വലിയൊരു പ്രൗഡാണ്. അതാണ് ഞാൻ അതിൽ കാണുന്നത്. ഗ്രേറ്റ് ആൻസേഴ്സ്. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഡിസ്കഷനിലോട്ട് തന്നെ പോവാം. ആദ്യം തന്നെ എനിക്ക് ഷാരിഖിനോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്തൊരു 10 കൊല്ലത്തേക്ക് ഒരു ബെറ്റ് വെക്കുവാണ്. കുറച്ച് സെക്ടേഴ്സ് ഉണ്ട്, ഇതിലാണ് ബെറ്റ് വെക്കുന്നത് എന്ന് വിചാരിക്കുക. ഫിൻടെക് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ ഉണ്ട്, AI ഉണ്ട്. നമുക്കിപ്പോൾ കൂടുതലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കമ്പനീസും ബ്രാൻഡ്സും വരുന്നുണ്ട്. ഇതിൽ ഏത് സെഗ്മെന്റിലായിരിക്കും ബെറ്റ് വെക്കുക? അടുത്ത നെക്സ്റ്റ് 10 yearsൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന ഇതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഷാരിഖിന്റെ ഒപ്പീനിയൻ? ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യണം അല്ലേ? ഓപ്ഷൻ പറഞ്ഞേ. നമുക്ക് ഫിൻടെക് ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്, AI ഉണ്ട്, അതേപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി ഉണ്ട്. ഇല്ലല്ലേ, AI എന്നൊരു ബസ് വേർഡ് അതിലിട്ട് വരുമ്പോൾ പിന്നെ AI പിടിക്കേണ്ടി വരും. പക്ഷെ ഞാൻ ആലോചിക്കും, AI വരുമ്പോൾ AI എന്നുള്ള സെക്ടറിൽ ബെറ്റ് എടുക്കുന്നതിനേക്കാൾ ഉപരി AIയുടെ ഇമ്പാക്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സെക്ടർ മനസ്സിലാക്കി അങ്ങനെയുള്ള സെക്ടോറൽ ബെറ്റുകൾ എടുക്കണം. അതൊരു രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നതാണ്. അതായത് AI കാരണം ബെനിഫിറ്റ്സ് ഉണ്ടാകാൻ സാധിക്കുന്ന സെക്ടറുകൾ. രണ്ടാമത് ചിന്തിക്കുന്നത് AI കാരണം പലതും പൊളിഞ്ഞു പോകും, പലതും എക്കോണമിയും എല്ലാം ത്രെട്ടിലാകുമെന്ന് പറയുമ്പോൾ ചില സാധനങ്ങൾ നിലനിൽക്കും. അപ്പൊ അതിലാണ് ഞാൻ കുറെ കൂടെ ബെറ്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ സർവീസസ്, ഫിസിക്കൽ എക്സ്പീരിയൻസസ്, ഹോസ്പിറ്റാലിറ്റി. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന അടുത്ത കുറച്ച് വർഷത്തേക്ക് മനുഷ്യൻ കുറേ കൂടെ ഹ്യൂമെയിൻ ആകാൻ തുടങ്ങും. മനുഷ്യൻ ട്രൂലി ഹ്യൂമെയിൻ ആയിട്ട് അങ്ങനെയുള്ള എക്സ്പീരിയൻസസ്, ഫിസിക്കൽ എക്സ്പീരിയൻസസ് തേടി പോകും. അപ്പോൾ കുറേ ഡിജിറ്റൽ സാധനങ്ങൾ കുറേ ഡിസ്റപ്റ്റ് ആകും. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഡിസ്റപ്റ്റ് ആകുമ്പോൾ കുറെ ഇൻകംബൻസ് പൊളിഞ്ഞു പോകും. അതായത് ഇന്ന് നിലവിൽ ടോപ്പിൽ നിൽക്കുന്ന കുറെ പേര് മോശമാവുകയും കുറെ പുതിയ ആൾക്കാർ ഉണ്ടായി വരും. അപ്പൊ അവിടെ റൈറ്റ് ബെറ്റ്സ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പാടായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഡിസ്റപ്റ്റ് ആകിക്കൊണ്ടിരിക്കുക. അപ്പോ പക്ഷേ ഈ ഞാൻ പറഞ്ഞ സർവീസസ് സെക്ടറിലും അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ആകാം, അങ്ങനെ എക്സ്പീരിയൻസസ് ആകാം, അവിടെ ഇൻകംബൻസ് തന്നെ നന്നാകും. നോട്ട് നെസസറിലി പുതിയ എൻ്റെ ഒരു തോട്ടാണ്. അപ്പോൾ പുതിയ ആൾക്കാർ വരണമെന്നില്ല, ഇൻകംബൻസിന് തന്നെ നന്നാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയാണ് കുറേ കൂടെ സേഫ് ബെറ്റ്സ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഞാൻ വെൽടെക്കിൽ കമ്പനി ബിൽഡ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഭയങ്കര കൺസേൺസ് ഉണ്ട്. അത്ര ശക്തമായിട്ട് ഡിസ്റപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വെൽടെക്കും ഫിൻടെക്കും. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ബെറ്റ് എടുക്കാനായിരുന്നു ചോദ്യം എന്നുള്ളത് കൊണ്ട് ഒന്നിൽ കുറെ പണിയെടുത്തിട്ട് ഈ പറഞ്ഞ എല്ലാ മേഖലകളിലെയും റൈറ്റ് ആൾക്കാരെ കണ്ടുപിടിക്കൽ അഗെയിൻ ഇറ്റ്സ് സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ട്. അപ്പോൾ അതുകൊണ്ട്
ഞാൻ ആദ്യം പറഞ്ഞ ഒരു കോൺട്ര പോലെ ചിന്തിച്ചിട്ട് ഡിപ്ലോമാറ്റ് ആയിട്ട് yeah. അങ്ങനെ. ദെൻ കമ്മിങ് ടു ഹിസാം, നമ്മൾ ഇപ്പോൾ മാർക്കറ്റിനെ പറ്റി അറിയുന്ന ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ആയാലും. അതേപോലെ തന്നെ നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും ടെക്നോളജിയും എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വളരുന്ന ഒരു സാഹചര്യത്തിൽ ഹൗ ഈസി ഇസ് ടു ബി ആൻ ഓൺടർപ്രണർ ഓർ ഹൗ ഹാർഡ് ഇസ് ടു ബി ആൻ ഓൺടർപ്രണർ? ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ടെക്നോളജിക്ക് മുമ്പ് ഓൺടർപ്രണർഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഐ തിങ്ക് ബിസിനസ് ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോർ ദാൻ 1000 years മുമ്പേ ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ഐ വുഡ് സേ സബ്സ്റ്റൻസ്, ദി ഫണ്ടമെൻറ്റൽസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് ഇസ് സ്റ്റിൽ ദ സെയിം, റൈറ്റ്? യു ഹാവ് ടു ബിൽഡ് എ ബിസിനസ്, you have to create a product that is sought by your customer, and you have to provide some value and return. ഒരു ചേഞ്ച് വന്നിട്ടുള്ള ബിക്കോസ് ഓഫ് ടെക്നോളജി, ദ സ്കെയിൽ ഓപ്പർച്യൂണിറ്റീസ് മച്ച് ഹയർ, റൈറ്റ്? ഇപ്പോൾ എൻട്രിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 1.5 crore യൂസേഴ്സ് ഉണ്ട്. അത് ഒരു ഓഫ്ലൈൻ ബിസിനസ്സിൽ അത് പോസിബിൾ ആവില്ലായിരുന്നു, റൈറ്റ്? അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ AI വന്നതുകൊണ്ട് വി മൈറ്റ് സീ സംതിങ് എൽസ്, റൈറ്റ്? സോ ഐ തിങ്ക് വിത്ത് AI ദിസ് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ഈസ് ബീങ് റീപ്ലേസ്ഡ്. ഇതുവരെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും വന്ന സമയത്തൊക്കെ എല്ലാവരും ജോലി പോകുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും എല്ലാവരും മനുഷ്യന്മാരെന്തെങ്കിലും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് അല്ല. ഇപ്പോൾ ഈ AI എന്ന് പറയുന്നത് ഇൻപുട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിനെ ആലോചിച്ചിട്ട് തിരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും. അപ്പോൾ ആ ഒരു ചേഞ്ച് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് 10-15 years കാണും. അതെന്ത് എങ്ങനെ കാണുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി വെരി അൺപ്രെഡിക്റ്റബിൾ. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓൺലി നെറ്റ് റിസൾട്ട് എന്ന് പറയുന്ന എല്ലാവരും ലൈഫ് ഇമ്പ്രൂവ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്, റൈറ്റ്? കാരണം കുറേ കാര്യങ്ങളിൽ ഇപ്പോൾ ഈവൻ ക്യാൻസർ പോലും ക്യൂർ ആവും എന്നുള്ള വക്കിലാണ് നമ്മൾ എത്തിക്കുന്നത്. ഓൾമോസ്റ്റ് കുറേ ബ്രേക്ക് ത്രൂസ് ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റായി വരുന്നുണ്ട് ബിക്കോസ് ഓഫ് AI, റൈറ്റ്? സോ അപ്പോൾ നമ്മുടെ കുറേ പ്രോബ്ലംസ് ബിക്കോസ് ഓഫ് AI വിൽ ഗെറ്റ് സോൾവ്ഡ് ആൻഡ് ദർ മൈറ്റ് ബി ന്യൂ പ്രോബ്ലംസ് വിൽ ബി ക്രിയേറ്റഡ്. ആൻഡ് ഓവറോൾ ഇങ്ങനെ എൻ്റർപ്രണർഷിപ്പ് വിൽ സ്റ്റിൽ ബി ദ സെയിം. നമ്മൾ മുമ്പ് ട്രഡീഷണൽ മെത്തേഡ്സിലായിരുന്നു ബിസിനസ് ചെയ്തുകൊണ്ടായിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് 15-20 years ടെക്നോളജി വെച്ചിട്ട് ഫാസ്റ്റർ സ്കെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഗോയിങ് ഫോർവേഡ് പീപ്പിൾ വിൽ ലെവറേജ് AI ആൻഡ് ലൈക്ക് ഈവൻ ഗ്രോ ഫാസ്റ്റർ. ആൻഡ് ലെറ്റ് മീ ആസ്ക് യു, ആസ് എൻ ഓൺടർപ്രണർ വാട്ട് ഡു യു ബിലീവ്? ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോൾ പണ്ട് കമ്പ്യൂട്ടറൊക്കെ വരാൻ നേരം എല്ലാവരുടെയും ജോലി പോകുമായിരുന്നു. എന്നിട്ട് പക്ഷെ കമ്പ്യൂട്ടറൊക്കെ വന്ന സമയത്ത് കൂടുതൽ ജോലി മേഖലകൾ സാധ്യതകളാണ് വന്നത്. അപ്പോൾ ഈ AI വരുമ്പോഴത്തേക്കും ജോലിയിൽ കാര്യങ്ങളിലൊക്കെ ഡിസ്ട്രപ്ഷൻസ് സംഭവിക്കുമോ? എല്ലാവരുടെയും ജോലി നഷ്ടപ്പെടുമോ? ഓർ മോർ ചാൻസസ് ആണോ ഉണ്ടാവുക? ഇത് കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു എഫക്റ്റ് ആണോ AI വരാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ ഇൻ്റലിജൻസ് ഈസ് ബീങ് റീപ്ലേസ്ഡ്, റൈറ്റ്? ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുള്ളത് നല്ല രീതിയിൽ ജോബ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുള്ളതാണ്. മേ ബി നെക്സ്റ്റ് 10-15-20 years. ഈവൻ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കുറേ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് അധികം മനുഷ്യന്മാർക്ക് പണിയുണ്ടാവില്ല, AI പണിയെടുക്കും. അപ്പോൾ AI പണിയെടുത്തിട്ടാകുമ്പോൾ കുറേ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യും, കുറേ കാശുണ്ടാവും. അത് വെച്ചിട്ട് എല്ലാവർക്കും ഗവൺമെൻറ് എല്ലാ മാസവും ഒരു ഫിക്സ്ഡ് സാലറി തരും, അതിൽ നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഓൾറെഡി ഡിസ്കഷനിലുണ്ട്, റൈറ്റ്? സോ ഇറ്റ്സ് വെരി വെരി ടഫ് ടു പ്രൊഡിക്റ്റ് റൈറ്റ് നൗ, ബട്ട് ഐ വുഡൻറ്റ് ബി സർപ്രൈസ്ഡ് 15-20 years down the line ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം പോലത്തെ കാര്യങ്ങൾ എല്ലായിടത്തും കോമൺ ആയി കാണാനുള്ള നല്ല സാധ്യതയുണ്ട്. ഷാരിഖിന്റെ ഒരു ഈ സെഷനിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ഗ്രേറ്റ്. ആൻഡ് ഈ കൂട്ടത്തിൽ IPO ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? IPO അത്യാവശ്യം ആളുകളുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു IPO ബേസ് ചെയ്തിട്ട് തന്നെയാണ്, നമ്മളൊരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഇപ്പം നമ്മളൊരു 90s അല്ലെങ്കിൽ ഒരു 2000s സ്റ്റാർട്ടിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത്യാവശ്യം വലിയ കമ്പനികളായിരുന്നു IPO എന്ന് പറഞ്ഞ് നമ്മൾ മാർക്കറ്റിലോട്ട് നമ്മൾ കാണുന്നത്. അതായത് അത്യാവശ്യം സ്റ്റേബിളായിട്ട് വന്നിട്ടുള്ള കമ്പനികളാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഓൾമോസ്റ്റ് ഒരു 9 years ആയ കമ്പനി വരെ IPOയ്ക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഈ ന്യൂ ഏജ് കമ്പനീസാണ്, ചെറിയ കമ്പനീസാണ്, അവർ വളർന്നു വരുന്ന കമ്പനീസാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ കമ്പനിയുടെ മാനേജ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. കമ്പനിയുടെ ബിസിനസ് മോഡൽ, അവരുടെ ബിസിനസ് പ്രൊഡക്റ്റ് എല്ലാവർക്കും അവൈലബിൾ ആണോ? ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, AC ആണ് അവർ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്നത്. അപ്പോൾ അവരെ പ്രൊഡക്റ്റിൻ്റെ വിസിബിലിറ്റി എല്ലായിടത്തും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കമ്പനീസിലും അതുപോലെ ഉണ്ടാവണമെന്നില്ല. അവരെ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കംപ്ലയിൻറ്റ്സ് പാർട്ട് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്, അവരെ റവന്യൂ ഹൈക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും അവരുടെ റവന്യൂ കൂടുന്നുണ്ട്.
അവരെ പ്രൊമോട്ടർ അവരുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അതെടുത്ത് അവർ പ്ലെഡ്ജ് ചെയ്യുന്നുണ്ടോ, ഈ പല ആക്ടിവിറ്റി നമ്മൾ നോക്കണം. അത് മാത്രമല്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു അതിൽ ബെറ്ററായിട്ട് റിസൾട്ട് അതിൽ നിന്ന് കിട്ടുള്ളൂ. ഇപ്പോൾ IPO വരുന്ന കമ്പനീസ് മിനിമം 3 വർഷത്തെ P&L പ്രോഫിറ്റ് ഉണ്ടായാൽ മാത്രം മതി IPOയിലേക്ക് നമുക്കൊരു കമ്പനി ലിസ്റ്റ് ചെയ്യാം. ബട്ട് അതിൽ ലിസ്റ്റ് ചെയ്താൽ മാത്രം അത് നല്ല കമ്പനിയാണെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് സാധാ TV ആയിരുന്നു യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കളർ TV ആയി, LED ആയി, LCD ആയി, അപ്ഡേഷൻ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പണ്ട് പാനസോണിക് ആണെങ്കിൽ ഇന്ന് സോണിയും LG ആണ് ഏറ്റവും കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ടൈമിങ്ങിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഏതാണോ നല്ലത് അതിലായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ, എന്നാലും നമ്മളിപ്പോൾ ഒരു പുതിയ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് എസ്പെഷ്യലി IPOs ത്രൂ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കണം എന്ന് തോന്നിയിട്ടുള്ളത്? നമ്മൾ മെയിനായിട്ട് അവരുടെ ഡെപ്റ്റ് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു കമ്പനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു 1 crore ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഡെപ്റ്റ് അതിനെക്കാട്ടും കൂടുതലാണെങ്കിൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കതിൽ പ്രോഫിറ്റബിലിറ്റി കിട്ടാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്. കാരണം ഇത് ഡെപ്റ്റ് ആ കമ്പനീനെ നശിപ്പിക്കും ശരിക്കും പറഞ്ഞാൽ. ഇല്ലെങ്കിൽ അതിനെക്കാട്ടും നമ്മൾ കൂടുതൽ എക്സസ് ആയിട്ട് ബിസിനസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കോവിഡ് വന്ന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫാർമ കമ്പനീസൊക്കെ നോർമലായിട്ടായിരിക്കും പെർഫോം ചെയ്തിരുന്നത്. അപ്പോൾ അത് അൺയൂഷ്വലായിട്ട് കോവിഡ് എന്ന് പറയുന്ന സാധനം വന്നപ്പോഴേക്കും എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഡിമാൻഡ് അവർക്ക് കൂടി, മെഡിസിൻ്റെ എല്ലാത്തിൻ്റെയും ഡിമാൻഡ് കൂടി. അപ്പോൾ ഒരു സാധാരണ നോർമൽ കമ്പനിയിൽ ഓൾറെഡി ഉള്ള ബിസിനസ്സിനെക്കാട്ടും ഡബിൾ ബിസിനസ്സായി. ആ സമയത്ത് അവർക്ക് ഗ്രോത്ത് സ്റ്റേജിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അല്ലാത്ത പക്ഷം അവർക്കത് മാനേജ് ചെയ്തുമായി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമ്മൾ കൂടുതലും ഡെറ്റ്സ് അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ടപ്പിനെ പറ്റി തന്നെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 10-15 ഇയേഴ്സ് ബാക്കിലോട്ട് നമുക്ക് പോകാം. ഇപ്പോൾ 10-15 ഇയേഴ്സ് ബാക്കിലോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനൊരു കൾച്ചർ അല്ല നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ വരുന്ന ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കാണാൻ പറ്റുന്നത് കുറേ ഇയേഴ്സ് ബാക്ക്? ഇപ്പോൾ ഷാരിക് ആസ് എ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്താണ് ചേഞ്ചസ് കണ്ടുവരുന്നത്? 15 ഇയേഴ്സ് ഇല്ല, 15 ഇയേഴ്സ് മുൻപ് ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അന്ന് ഐ ഡോണ്ട് തിങ്ക് അവരൊന്നും സ്റ്റാർട്ടപ്പ് എന്ന വേർഡോ അങ്ങനെ സാധനമൊന്നും ഇല്ല. ഐ തിങ്ക് early 2010s ഫ്ലിപ്കാർട്ട് വരികയും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവഞ്ച്വലി സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഐ തിങ്ക് 2012, 13, 14 ഒക്കെ കഴിഞ്ഞിട്ടാണ് VCs പോലും ആക്റ്റീവായി തുടങ്ങുന്നുള്ളൂ. അപ്പോൾ 10 വർഷത്തിന്റെ മുന്നും ഇപ്പോഴും നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ചുകൂടി റവന്യൂകളെ പറ്റി സംസാരിക്കുന്നുണ്ട്, കുറെ കൂടെ റിയൽ ആയി. പണ്ട് കുറെ വാല്യുവേഷൻ മാത്രം സംസാരിച്ചിട്ട് യൂണിക്കോൺ എന്നുള്ള ഒരു വളരെ ഇമാജിനറി ക്രീച്ചറിനെ എല്ലാവരും ചേസ് ചെയ്യുമായിരുന്നു. ഈ അടുത്ത് സ്നാപ്ഡീലിന്റെ ഫൗണ്ടർ കുനാൽ ബെഹൽ ഒരു വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. അതായത് എല്ലാവരും ഈ ഇമാജിനറി ക്രീച്ചർ ഫ്രം ദ കോണ്ടെക്സ്റ്റ് ഓഫ് US യൂണിക്കോണിനെ കൊണ്ടുവന്നിട്ട് യൂണിക്കോണിനെ ചേസ് ചെയ്യുക. വാട്ട് സെൻസ് ഡസ് ഇറ്റ് മേക്ക്? ഒന്ന് ഇമാജിനറി ക്രീച്ചറാണ്, 2 US കോണ്ടെക്സ്റ്റിൽ നിന്ന് $1 ബില്യൺ വാല്യുവേഷൻ ആയാൽ യൂണിക്കോൺ എന്ന് വിളിക്കപ്പെടുന്നു. ആ 1 ബില്യൺ തന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഓരോ ദിവസവും അതിൻ്റെ മാറിക്കൊണ്ട് 8300 കോടിയാണോ 8500 കോടിയാണോ 8700 കോടിയാണോ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ദാറ്റ് ഡസന്റ് മേക്ക് സെൻസ്. അപ്പോൾ കുനാൽ ബേൽ ഒരു ബെറ്റർ ഡെഫിനിഷൻ പുറത്തേക്ക് ഇട്ടു. തുടങ്ങിയിട്ട് 10 വർഷത്തിനുള്ളിൽ 100 കോടി രൂപയെങ്കിലും റവന്യൂ എത്തുകയും പ്രോഫിറ്റബിളും ആയിട്ടുണ്ട് എങ്കിൽ ലെറ്റ്സ് സെലിബ്രേറ്റ് ദോസ് കമ്പനീസ് ആസ് ഇൻഡിക്കോൺസ്. മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. അപ്പൊ ഞാൻ പറയുമ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരാം. $1 ബില്യൺ അവിടെ അല്ലേ ഇന്ത്യയുടെ മാർക്കറ്റും ഇന്ത്യയുടെ സെൻസിൽ നമുക്ക് INR സംസാരിക്കാം. 100 കോടി കച്ചവടം റവന്യൂവിലേക്ക് എത്തുക, അത് തുടങ്ങിയിട്ട് 10 വർഷത്തിൽ എത്തുക എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഇസ് ആൻ അമേസിംഗ് ഫീറ്റ് അല്ലേ? ഒരു കമ്പനി ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി അതിന്റെ ഇൻസെപ്ഷനിൽ നിന്ന് 10 വർഷത്തിനിടയിൽ 100 കോടി റവന്യൂവിലേക്ക് എത്തിച്ചു, അതും പ്രോഫിറ്റബിൾ ആയി എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് സെലിബ്രേറ്റിംഗ് ദം ആസ് ഇന്ത്യൻ സ്റ്റാർട്ടപ്സ്, ഇൻഡിക്കോൺസ്. അപ്പൊ ഇതിന് വളരെ ഞാൻ റെസ്പെക്ട് കൊടുക്കുന്നു. അപ്പൊ ഞാനും ചിന്തിക്കുമ്പോൾ നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ US ബെഞ്ച് മാർക്ക് ചെയ്തിട്ട് അതെത്താതെ നമ്മൾ വിഷമിക്കണ്ടല്ലോ. And while I speak that, I'm very happy and proud that I think Entry can be categorized as a Indicon. വലിയ ഐഡിയ കൊടുക്കേണ്ട വിഷയമാണ്. ഒരു കച്ചവടം തുടങ്ങി 10 വർഷത്തിനുള്ളിൽ 100 കോടി റവന്യൂവിലേക്ക് എത്തിക്കുക. പ്രോഫിറ്റബിലിറ്റി ഇങ്ങനെ നിങ്ങൾ ഫ്ലർട്ടിംഗ് വിത്ത് പ്രോഫിറ്റബിലിറ്റി, അപ്പോൾ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എൻ അമേസിംഗ് ഫീറ്റ്. വി ഷുഡ് സ്റ്റാർട്ട് സെലിബ്രേറ്റ്. അപ്പൊ നല്ല കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയും ലോകവും അതിനെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. മുൻപതില്ല. മുമ്പ് യൂണിക്കോൺ ആവാത്തവന് വിഷമാണ്, അതായില്ലല്ലോ എന്നുള്ളത്. എന്തിനാണെന്നുള്ള ചോദ്യം ഇപ്പോൾ വന്നപ്പോഴാണ്. സോ ഐ ലവ് ദാറ്റ്, റെസ്പെക്ട് ദാറ്റ്. അപ്പോൾ ആ ചേഞ്ച് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുറച്ചുകൂടെ നല്ല അക്സെപ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി തുടങ്ങി. നമ്മൾ ട്രേഡിംഗിൽ പറഞ്ഞതുപോലെ റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ഇനി വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം.
ഇല്ലേ, വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോസിബിൾ ആയിട്ടുള്ള നമ്മുടെ കോണ്ടെക്സ്റ്റിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് വർക്ക് ചെയ്തിട്ട് അതിലേക്ക് എത്തുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ചർച്ചകൾ മാറി എന്നുള്ളത് വളരെ നല്ലതാണ്. പൊള്ളയായ വാല്യുവേഷൻസ് മാത്രമല്ലല്ലോ. അതെ അതെ. ഇനി ബാക്ക് ടു ഹിസാം. ഒബ്വിയസ്ലി വുഡ് അഗ്രി വിത്ത് ഷാരിഖ്. അപ്പോൾ അതിൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ലാസ്റ്റ് 10 yearsലുള്ള ഒരു ചേഞ്ച് എന്ന് പറയാനുള്ളത് ഓൾമോസ്റ്റ് ഓൾ ഐഡിയാസ് ആർ സാച്ചുറേറ്റഡ്. ഇപ്പോൾ പുതിയത് ഇപ്പോൾ പണ്ട് 2013-14 ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക്സ് വേണം, അല്ലെങ്കിൽ ഒരു ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോം, അങ്ങനത്തെ കുറേ നോവൽ ഐഡിയാസ് വന്നിട്ട് അതുപോലത്തെ ഐഡിയാസ് മൊത്തം തീർന്നു. ഇപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല, റൈറ്റ്? ഇപ്പോൾ പുതിയ വരുന്ന എൻ്റർപ്രണേഴ്സിനും സ്റ്റാർട്ടപ്സിനൊക്കെ വളരെ കോർ വെരി നിഷ് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ ഒരു സെറ്റ് ഓഫ് കുറച്ച് ആൾക്കാർക്ക് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് മാത്രമേ ബാക്കിയുള്ളൂ, റൈറ്റ്? അതായത് സർഫസ് ലെവലിൽ ഉണ്ടായിരുന്ന മേജർ മനുഷ്യന്റെ ജീവിതത്തിലുള്ള പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യപ്പെട്ടു. അതെ. അപ്പൊ ഇനി വളരെ ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ള എക്സ്ട്രാ പാടുള്ള പണി എടുക്കണം. അതെ, അത് AI മൈറ്റ് ഹെൽപ്പ്. ബിക്കോസ് ഇപ്പോൾ AI വെച്ചിട്ട് കുറേ സോഫ്റ്റ്വെയർ ക്രിയേഷൻ ടൂൾസ്, കോഡിങ് അറിയാത്ത ആൾക്കാർക്ക് പോലും ഈസിലി ആപ്സും സോഫ്റ്റ്വെയർസൊക്കെ ഉണ്ടാക്കാൻ പറ്റും, റൈറ്റ്? സോ ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ മേജർ റെവല്യൂഷൻ ദാറ്റ് ഐവ് സീൻ. ലൈക്ക് ഐഡിയാസ് സാച്ചുറേറ്റ് ആയി, മേജർ വലിയ ഐഡിയാസ് ഒന്നും ബാക്കിയില്ല. ഇനി AI വെച്ചിട്ട് ഇതുപോലത്തെ മൈക്രോ സെഗ്മെൻറ്റ്സ് ടാർഗറ്റ് ചെയ്യുന്ന ഐഡിയാസിന് റെലവൻസ് ഉണ്ടാവും. ആൻഡ് വി ആർ ഹിയറിംഗ് ദാറ്റ് ഒരാൾക്ക് അത് അഗെയിൻ സിലിക്കൺ വാലി കൺസെപ്റ്റാണ്, ഇന്ത്യയിൽ അത്ര പോപ്പുലർ ആയിട്ടില്ല. ഒരാൾക്ക് സിംഗിൾ പേഴ്സൺ $1 billion കമ്പനി വരും എന്നാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഒരാൾക്ക് $1 billion എന്ന് പറയുമ്പോൾ 8,500 crore rupeesൻ്റെ വാല്യുവേഷനുള്ള കമ്പനി ഒരാളെ കൊണ്ട് AI വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പ്രഡിക്റ്റ് ചെയ്യുന്നത്, റൈറ്റ്? വിച്ച് മൈറ്റ് ബി എ ലിറ്റിൽ എക്സാജറേഷൻ, ബട്ട് വി വിൽ സീ ദാറ്റ്, റൈറ്റ്? ഇപ്പോൾ $1 billion അല്ലെങ്കിലും ഇപ്പോൾ ഷാരിഖ് നേരത്തെ പറഞ്ഞു 100 കോടി ആനുവൽ റവന്യൂ ഉണ്ടാക്കുന്ന കമ്പനി ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്ന ഫ്യൂച്ചർ, റൈറ്റ്? വിച്ച് ഇസ് വെർ AI കംസ് ഇൻ ടു ദ പ്ലേ, റൈറ്റ്? അപ്പോൾ പുതിയ ബിൽഡ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആൾക്കാർക്ക് AI നല്ല ഡീപ്ലി പോയിട്ട് to kind of understand the context on what kind of tools are available, what you can do with AI is very, very important, right? അപ്പോൾ അതാണ് ഞാൻ കാണുന്ന മേജർ ചേഞ്ച്, റൈറ്റ്? AI and this focus on very niche micro ideas where you can build on your own. ഒരു ടീമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് തന്നെ ഒരു 100 കോടി റവന്യൂലേക്ക് എത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ ഹിസാം, വൺ മോർ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന നിലയിൽ, അതേപോലെ തന്നെ നല്ല വാല്യുവേഷൻ എത്തിയ ഒരു കമ്പനി എത്തിച്ച ഒരു ഫൗണ്ടർ എന്ന നിലയിലും നമ്മൾ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കടന്നു വന്ന കുറേ കാര്യങ്ങളുണ്ടാവും, കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ ഇന്നതാണ് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ടാവും. പുതിയൊരു ഫൗണ്ടർ വരികയാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റിയ എന്ത് അഡ്വൈസ് ആണുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ പഠിച്ച ഏത് പാഠമാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? അത് ലൈക്ക് ലിസ്റ്റ് ഓഫ് അനുഭവങ്ങളുണ്ട്. മേബി ഒരെണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ റിയലൈസേഷൻ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഈസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ്? ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുള്ളത് സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സിന് മാത്രമാണ്, റൈറ്റ്? 98% ആക്ച്വലി ഫെയിൽ, ഓർ ഈവൻ മോർ ദാൻ ദാറ്റ് ഫെയിൽ, റൈറ്റ്? അപ്പോൾ ഐ ഓൾവേസ് സേ ദാറ്റ് എൻ്റർപ്രണർഷിപ്പ് ഈസ് 100% റിസ്ക് ഫ്രീ. കാരണം നിങ്ങൾ ഈവൻ ഇഫ് യു ഫെയിൽ, ഐ ബിലീവ് you as an entrepreneur doesn't fail, the company or the idea fails. നിങ്ങൾ കുറേ കാര്യങ്ങൾ അന്ന് പഠിച്ചിട്ട് വേറെ ഏതെങ്കിലും ജോലിയിൽ കയറാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനി തുടങ്ങാൻ പറ്റും. ബട്ട് ദി അണ്ടർലൈങ് ഫാക്ട് ഇസ് ഇറ്റ്സ് വെരി വെരി ഹാർഡ്, റൈറ്റ്? ആൾക്കാർ തുടങ്ങുന്ന സമയത്ത് ഇത് വളരെ എളുപ്പമാണ്. ഞാൻ ന്യൂസിൽ കണ്ടു അവർ ഇത്ര ഫണ്ട് റേസ് ചെയ്ത്, ഇത്ര റവന്യൂ ഉണ്ടാക്കി, ഇത്ര അക്വിസിഷൻ നടന്നൊക്കെ വന്നിട്ട് ന്യൂസ് കണ്ടിട്ടാണ് കാണുന്നത്. പക്ഷേ വെൻ യു ഹിറ്റ് ദ ഗ്രൗണ്ട്, വെൻ യു ആക്ച്വലി സ്റ്റാർട്ട് ബിൽഡിങ് ആൻഡ് സ്റ്റാർട്ട് സെല്ലിങ്, അപ്പോഴാണ് ഇത് എത്ര ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു റിയലൈസേഷൻ വരുന്നത്, റൈറ്റ്? അഗൈൻ അത് കൊണ്ട് തുടങ്ങണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് വെൻ യു സ്റ്റാർട്ട് അത് മനസ്സിൽ ഒരു മൈൻഡ് സെറ്റിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം ഇഫ് യു ഓൾറെഡി നോ ദാറ്റ് ഇറ്റ്സ് വെരി വെരി ഹാർഡ് ആൻഡ് ദെൻ യു സ്റ്റിൽ എൻഡ് അപ്പ് ബിൽഡിങ് സംതിങ്, സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ വെരി പാഷനറ്റ് അബൌട്ട് ഇറ്റ്, റൈറ്റ്? ആൻഡ് ആ ഒരു മനസ്സിൽ ആ ഒരു ഫാക്ട് ഓക്കെ ഇത് ഈസി അല്ല എന്നുള്ളത് എപ്പോഴും ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ ഫോർ യു ടു ആക്ച്വലി സോൾവ് പ്രോബ്ലംസ്, റൈറ്റ്? അതാണ് മേജർലി പറയാനുള്ളത്. പക്ഷേ അഗൈൻ ഐ വുഡ് സേ സെയിം തിങ്, 100% റിസ്ക് ഫ്രീ ആണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഐ ബിലീവ് എൻ്റർപ്രണേഴ്സ് നെവർ ഫെയിൽ, ഓൺലി ഐഡിയാസ് ആൻഡ് കമ്പനീസ് ഫെയിൽ. Even if your idea or company fail, you always have the option to either go for a job or start a new one. Okay, entrepreneurs always upskill. ഓക്കെ, ബാക്ക് ടു സുജിത്. സുജിത്തിനോട് എനിക്ക് വീണ്ടും മാർക്കറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനുള്ളത്, ബിക്കോസ് യു ആർ ആൻ ആർ. അപ്പോൾ ഞാൻ കുറച്ച് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അതായത് അടുത്ത ദിവാലി ആകുന്ന സമയത്ത് നമ്മുടെ നിഫ്റ്റി ഏകദേശം 30,000 എത്തും എന്നുള്ള ആർട്ടിക്കിൾസും കാര്യങ്ങളും ഞാൻ കണ്ടായിരുന്നു. വാട്ട് ഈസ് ഇറ്റ് ടേക്ക് ഓൺ ദാറ്റ്? എന്താണ് എക്സ്പെക്ട് ചെയ്തത്? ഞാൻ നിഫ്റ്റി എന്നും ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണുന്നത്.
കാരണം ഞാൻ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ 6,000 ആയിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 25,000 നാളെ 30,000 ആവും. 2050 ആവുമ്പോഴേക്കും അത് 1 lakh ടച്ച് ചെയ്യുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോഴേ. കാരണം ഇന്ത്യ അത്രയ്ക്ക് ഗ്രോത്ത് സ്റ്റോറി ഇനിയും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പാർട്ടിസിപ്പേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ജസ്റ്റ് റൺ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ ഇനി ഇതിന് മുകളിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ 2050 ഞാൻ 1 lakh ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് നിഫ്റ്റിയിൽ, സെൻസെക്സിലല്ല നിഫ്റ്റിയിൽ. നമുക്ക് എങ്ങനെ ഇങ്ങനത്തുള്ള കൺക്ലൂഷൻസിലോട്ടൊക്കെ എത്താൻ പറ്റുക? അതായത് ഇത്രയും ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന റേഞ്ച് വരെ ആയിരിക്കും മാർക്കറ്റ് എത്താൻ പോകുന്നത്. നമുക്ക് എങ്ങനെ അങ്ങനത്തെ ഒരു കൺക്ലൂഷനിലോട്ട് വരാൻ പറ്റുക, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുക? അതൊരു സിമ്പിൾ ലോജിക്കേ ഉള്ളൂ. നമ്മളിപ്പോൾ 10 വർഷത്തിന് മുന്നേ അവർ ഒരു ഗ്ലാസ് ചായ മേടിച്ച് ആ കാശിട്ട് ഇപ്പോൾ മേടിക്കാൻ പറ്റുമോ? ഇല്ല. സിമ്പിൾ ലോജിക്ക്, ഒരു ഏറ്റവും വലിയൊരു സിമ്പിൾ ലോജിക്കാണത്. നമ്മളിതിലേക്ക് മാക്സിമം പാർട്ടിസിപ്പേഷൻ കൂടുന്നു. ഇപ്പോൾ ഒരു കമ്പനിയുടെ റവന്യൂ ഹൈക്കാവുന്ന എങ്ങനെ? കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവുന്നു ഓരോ വർഷം കഴിയും തോറും. അതുപോലെ തന്നെ ഇതും. അതുപോലെ തന്നെ ഓരോ കമ്പനി പെർഫോം ചെയ്യുന്നതിനനുസരിച്ചാണ് ഇൻഡെക്സും പെർഫോം ചെയ്യുന്നത്. നിഫ്റ്റി എന്നുള്ളത് ഒരു 50 കമ്പനീനെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ. അത് എവറി 6 months അതിൽ ചേഞ്ചസ് വരുന്നുണ്ട്. നല്ല കമ്പനീസ് മാത്രം അവിടെ നിന്നും പെർഫോം ചെയ്യാറുമുണ്ട്. അതിന് സെക്ടർ വൈസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ലോങ് ടൈം ആസ്പെക്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ 5% ആൾക്കാർ മാത്രമേ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. പുറത്ത് ഏത് രാജ്യത്ത് നോക്കിയാലും 40-45% ആക്റ്റീവായിട്ട് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് അതൊരു 15% ആയാൽ തന്നെ നിഫ്റ്റി ചിലപ്പോൾ 30,000-40,000 പെട്ടെന്ന് തന്നെ ജമ്പ് ചെയ്യുക. എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും മികച്ചതായിട്ട്. അതെ, 100%. അത് ഡയറക്റ്റായിട്ട് ഇപ്പോൾ സ്റ്റോക്കിലേക്ക് തന്നെ ആവണമെന്നില്ല, മ്യൂച്വൽ ഫണ്ട് ആവാം, പല മെത്തേഡിൽ കൂടെ ഇതിലേക്ക് എത്താം. ഓക്കെ, താങ്ക് യു. ദെൻ ഷാരിക്ക്, ഇപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ സ്റ്റോക്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഗോൾഡ് എല്ലാത്തിലും ഇപ്പോഴത്തെ ഒരു ഹോട്ടസ്റ്റ് ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഗോൾഡ്, സിൽവർ, അതേപോലെ നമ്മളുടെ സ്റ്റോക്സ് എടുക്കുക, മ്യൂച്വൽ ഫണ്ട് എടുക്കുക, നമ്മുടെ ഈ ഒരു മേഖലയിൽ ഇപ്പോഴത്തെ ഏറ്റവും ഹോട്ട് ടോപ്പിക് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ഗോൾഡും സിൽവറും ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ ഒരു വർഷം മാത്രം നോക്കുകയാണെങ്കിൽ സിൽവർ നിയർലി 70% അപ്പാണ്, ഗോൾഡ് നിയർലി 60% അപ്പാണ്. ലൈക്ക് അൺബിലീവബിൾ, അൺറിയൽ നമ്പേഴ്സ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇട്ടാൽ 4 sigma 5 sigma ഇവന്റ്സ് ഒരിക്കലും നടക്കാത്ത പോലുള്ള ഒരു മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി ഇൻഫാക്ട് മൂവ് ചെയ്തിട്ടില്ല, കഴിഞ്ഞ ഒരു വർഷത്തിൽ അധികം റിട്ടേൺസ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഗോൾഡും സിൽവറും, ഗോൾഡ് റഷ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ആൾക്കാർ ഗോൾഡും സിൽവറിന്റെയും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ബിറ്റ് കോയിനും ഇൻഫാക്ട് ഈ അടുത്തൊരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് അവിടെയും കുറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. എൻഡോർസ് ചെയ്യല്ല, പക്ഷെ റിയാലിറ്റി പറയാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു നെറേറ്റീവ് ബിൽഡ് ആകുമ്പോൾ, അതായത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് തിങ്സ്, എന്ത് സാധനം കയറിയിട്ട് വളരെ മൂവ്മെന്റ് നടന്നാൽ ഫുൾ നെറേറ്റീവ് അതിന് അറൗണ്ട് ബിൽഡ് ആകും. അപ്പോൾ പെട്ടെന്ന് റീറ്റെയിൽ ഇൻട്രസ്റ്റ് ഒക്കെ അവിടെ വരും, എല്ലാവരും പോയി അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഓൾ ടൈം ഹൈസും ക്രേസി മൂവ്സും ഒക്കെ ഇതിൽ മൂന്നിലും നടന്നു എന്നിരിക്കെ കുറേയധികം ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഗോൾഡിന്റെ സിൽവറിന്റെ തന്നെ നമ്മൾ കാര്യങ്ങൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോ എന്നോട് ഒരാൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ, അതായത് സ്റ്റോക്സിന്റെ, മ്യൂച്വൽ ഫണ്ട്സിന്റെ പോർട്ട്ഫോളിയോ ആണ്, അതെല്ലാം മാറ്റിയിട്ട് ഫുള്ളായിട്ട് ഗോൾഡിലോട്ട് അങ്ങ് കൺവേർട്ട് ചെയ്തോട്ടെ, അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചു. അപ്പോൾ ഷാരിക്കിന്റെ ഒരു ടേക്ക് പറയും, നമ്മൾ ഗോൾഡ് ഇത്ര ഹൈപ്പ് ആകുന്നുണ്ട്, ഇനി ഈ നമുക്കറിയാം ആഫ്റ്റർ 2020 ആണ് നമുക്ക് ഗോൾഡ് ആയാലും ഇത്രയും ഒരു ഹൈ ലെവലിലോട്ട് പോയത്. ഈ ഹൈ ലെവലിലോട്ട് പോകുന്നത് ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു എത്ര % വേണം ഗോൾഡ് അലോക്കേഷൻ? ഇല്ല, അത് ഗോൾഡിനെ ശരിക്കും അറിയാത്ത ഒരാളാണ് അത് ചോദിച്ചിരിക്കുന്നത്. ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര പ്രശ്നം പിടിച്ച ആളാണ്. 1990 മുതൽ, എന്റെ നമ്പേഴ്സ് കുറച്ച് അങ്ങോട്ടും കൂടെ മാറാൻ സാധ്യതയുണ്ട്. 1990 മുതൽ എനിക്ക് തോന്നുന്നു 2005 വരെ 15 വർഷം അത് ഡ്രോ ഡൗണിലേക്ക് പോയിട്ടുണ്ട്. സിൽവർ ഒക്കെ ആണെങ്കിൽ എനിക്ക് 20-25 വർഷങ്ങൾ ഡ്രോ ഡൗണിലേക്ക് പോയിട്ടുണ്ട്. സിൽവർ 1990 ഉണ്ടാക്കിയ പീക്കാ, അല്ലെ 1980 ഉണ്ടാക്കിയ പീക്കാണ് ഇപ്പൊ ബ്രേക്ക്. 45 വർഷം സിൽവറിൽ റിട്ടേൺസ് കിട്ടിയിട്ടില്ല. അതിൽ പോലും 1980 മുതൽ 2012 വരെ 22 വർഷം താഴേക്ക് മാത്രം 80% ഡൗൺ ആയിരുന്നു. അതിനുശേഷം നല്ലൊരു റാലി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിൽവറും ഗോൾഡ് എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് പ്രശ്നം പിടിച്ച ആൾക്കാരാണ്. റിട്ടേൺസ് ഉണ്ട്, CAGR നോക്കുമ്പോൾ പോലും ഇക്വിറ്റി മാർക്കറ്റ്സിന്റെ അത്ര ഇല്ല. അപ്പൊ ശരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ സിൽവറോ ഗോൾഡോ വെക്കേണ്ടത്, ഒന്ന് ഡോളറിന് അഗേൻസ്റ്റ് റുപ്പീന്റെ ഡിപ്രീസിയേഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ, 2 എക്വിറ്റി മാർക്കറ്റ് വീഴുമ്പോൾ പലപ്പോഴും ഗോൾഡ് മുകളിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്വിറ്റിക്ക് ഹെഡ്ജ് ആയിട്ട്
ഒക്കെ വെക്കാം. അപ്പൊ ഞാൻ പറയും ഒരു 10-20-30% അത് ഓരോരുത്തരുടെ സബ്ജക്റ്റീവ് കോൾസ് ആണ്. പക്ഷെ അങ്ങനെ ഒരു ഓവറോൾ പോർട്ട്ഫോളിയോ ഒരു ചെറിയ ശതമാനമായിട്ട് വെക്കേണ്ട സാധനമേ ഉള്ളൂ. ഫുള്ളൊന്നും ഗോൾഡിലേക്ക് പോകുന്നത് ഒരു ഭയങ്കര വളരെ റിസ്കി ബെറ്റ് ആകും. ഇപ്പൊ കുറേ പേര് ആ ഒരു ട്രാൻസിഷനിലോട്ട് പോകുന്നുണ്ട്. അതായത് സ്റ്റോക്സ് ഒന്നും അല്ല, ഗോൾഡ് ആണ്, സിൽവർ ആണ്, അല്ലെങ്കിൽ ഇതിലൊക്കെയാണ് നമ്മളിപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം, കുറച്ചുകൂടെ സേഫ് ആണ്. എസ്പെഷ്യലി ഇപ്പൊ നമ്മുടെ പേരൻസിനോട് ചോദിച്ചാൽ പോലും അവർ പറയുന്നതാണ് ഗോൾഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരോട് എന്താണ് പറയാനുള്ളത്? അതായത് തീരുമാനങ്ങൾ എടുക്കുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ വളരെ പ്രൊഫഷണൽ ആയിരിക്കണം. ഇത് റീസൻസി ബയസ് എന്ന് പറയും ഇതിനെ. അതായത് ഇപ്പോ ഈ കഴിഞ്ഞ 6 മാസത്തിൽ 12 മാസത്തിൽ എന്ത് കയറി അപ്പൊ പിന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ റീസൻസി ബയസാ. അപ്പൊ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ കഴിഞ്ഞ 50 വർഷത്തെ ഹിസ്റ്ററി പഠിക്കണ്ടേ? അപ്പൊ ആ പണി നമ്മൾ എടുക്കണ്ടേ? ആ പ്രൊഫഷണലിസം നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ പഠനം നടത്തുമ്പോൾ മനസ്സിലാവും ഇക്വിറ്റി മാർക്കറ്റാണ് കമ്പാരിറ്റീവ്ലി ഇങ്ങനെ മുകളിലോട്ട് മാത്രം ഏറെക്കുറെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു അസറ്റ് ക്ലാസ്. ഗോൾഡും സിൽവറും എന്ന അസറ്റ് ക്ലാസ്സസ് കുറേ കൂടെ വളരെ വോളറ്റൈൽ ആയിട്ടുള്ള സൈക്ലിക്കൽ മൂവ്സ് ഉള്ള അസറ്റ് ക്ലാസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു അസറ്റ് ക്ലാസ്സിൽ എൻറ്റയർ ബെറ്റ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ നമ്മുടെ കോറിനെ മുഴുവനായിട്ട് അതിൽ കൊണ്ടിട്ട പ്രശ്നമാവില്ലേ? അപ്പോ കോറില് അപ്പൊ പഠിക്കുമ്പോൾ മനസ്സിലാവും ഇക്വിറ്റി. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതാണ്, നല്ല പഠനം വേണം. എന്ത് ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് വളരെ വ്യക്തമായി പ്രൊഫഷണലി ഡേറ്റ ഡ്രിവൺ ആയിട്ട് അനലിറ്റിക്കലി ചിന്തിച്ച് ഉത്തരവെടുക്കണം. ആ ഒരു പഠനം പഠിക്കാൻ ശ്രമിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും ഫുള്ളി അങ്ങോട്ട് മാറുന്നത് പ്രശ്നകരമാണ്. ഇവൻ ഞാനിങ്ങനെ ചില കമന്റ് സെക്ഷനിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് ഗോൾഡ് ആണ് ഇനി അടുത്തത് കയറാൻ പോകുന്നത്. അങ്ങനെ ലൈക്ക് തീരെ അറിയാത്തവരായിരിക്കും പറയുന്നത് ഗോൾഡ് ആണ് ഇനി നെക്സ്റ്റ് കയറാൻ പോകുന്നത്, അതായിരിക്കും ഇനിയുള്ള ഫ്യൂച്ചർ എന്ന രീതിയിൽ പറയുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് അഡ്വൈസേഴ്സ് ഒക്കെ ഇല്ലേ, അവരിങ്ങനെ മാത്രം പറയത്തുള്ളൂ എന്നൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. സുജിത്ത് പറഞ്ഞ പോലെ അതായത് ഇക്വിറ്റി മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടി വേണം. അതായത് ഇപ്പോൾ നിഫ്റ്റി എന്ന് പറയുന്നത് 50 കമ്പനികളാണ്. അതായത് അത് നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഇന്ത്യ നന്നാവുമെങ്കിൽ നമ്മൾ നന്നാവും എന്ന് പറഞ്ഞതാ. അതായത് ഇന്ത്യ നന്നായാൽ ഇന്ത്യയുടെ GDP ഗ്രോ ആവും. GDP ഗ്രോ ആയാല് നിഫ്റ്റി ബേസിക്കലി എന്താ ഏർണിങ്സ് ഓഫ് 50 കമ്പനി. അപ്പോൾ ആ ഏർണിങ്സ്, ആ 50 കമ്പനികളുടെ ഏർണിങ്സ്, അവരുടെ റവന്യൂ കൂടിയാൽ സ്റ്റോക്ക് പ്രൈസും കയറും എന്നുള്ളത് വളരെ സാധാരണമാണ്. അപ്പോൾ നാട് മുന്നിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ നാച്ചുറലി ഇക്വിറ്റി മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ള ആ ഒരു ഫണ്ടമെന്റൽ ബിലീഫിലാണ് നമ്മൾ ഇക്വിറ്റിയിൽ ബെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഗോൾഡൊന്നും അങ്ങനെയല്ല. ഗോൾഡിനൊക്കെ വളരെ ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങൾ നേരത്തെ ആരോ ചർച്ച ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിൽ എൻറ്റയർ ബെറ്റ് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പോയാ ഓക്കെ. ഇനി കമ്മിങ് ബാക്ക് ടു ഹിസാം, ഹിസാമിനോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെയുള്ള കുറേ പേർക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അതായത് കുറേ പേർക്ക് നല്ല ഐഡിയാസ് ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം എന്നുള്ള നല്ല ഐഡിയാസ് ഉണ്ടായിരിക്കും. ഒരു 10-25 വയസ്സുള്ള ഒരു ആൾക്ക് ഒരു നല്ല ബിസിനസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം, പക്ഷെ ഫണ്ടില്ല ആൻഡ് കണക്ഷൻസും അത്രയും ഇല്ല. അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും? ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കമ്പയർഡ് ടു 10 years ബാക്ക് സിറ്റുവേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ലൈക്ക് ഫണ്ടിങ് ആണെന്നുണ്ടെങ്കിലും ദി എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, എനിക്കൊന്ന് ഷാരിക്ക് സ്റ്റാർട്ടപ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടപ്സിൽ. അപ്പോൾ പ്രൊവൈഡഡ് യു ആർ ബിൽഡിങ് സംതിങ് വെരി വാല്യുബിൾ, എവറി വൺ വിൽ ബി ഇൻട്രസ്റ്റഡ്, റൈറ്റ്? അപ്പോൾ ആ ഒരു എന്താണ് ബിൽഡ് ചെയ്യുന്നതെന്നുള്ളതിലാണ് എല്ലാ ചോദ്യവും ഉള്ളത്, റൈറ്റ്? ആൻഡ് ദർ വിൽ ബി 2 kinds ഓഫ് ബിസിനസ് ദാറ്റ് യു ക്യാൻ ബിൽഡ്. ഒന്ന് ഫണ്ട് റേസ് ചെയ്തിട്ട് മാത്രം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ടപ്സ് ഉണ്ടാവും, അല്ലാതെ തന്നെ ഫണ്ടമെന്റൽസ് ഫോക്കസ് ചെയ്തിട്ട് ആദ്യത്തെ ദിവസം മുതൽ തന്നെ റവന്യൂ ഉണ്ടാക്കിയിട്ട് ലാഭത്തിൽ ഓടാൻ പറ്റുന്ന സ്റ്റാർട്ടപ്പ് ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും, റൈറ്റ്? ബോത്ത് ആർ ഫൈൻ. അപ്പോൾ യു ഹാവ് ടു കൈൻഡ് ഓഫ് ഫിഗർ ഔട്ട് വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ് യു ആർ ബിൽഡിംഗ് ഫസ്റ്റ്, ആൻഡ് ദെൻ അത് വാല്യുബിൾ ആണ്, അത് ഈസ് വെരി ക്ലോസ് ടു ദ യൂസേഴ്സ്, നിങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയിട്ടാണ് അത് ബിൽഡ് ചെയ്യുന്നത്, അതിന് ആക്ച്വൽ ടേക്കേഴ്സ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഫണ്ട് റേസിംഗ് ഈസ് നോട്ട് എ ചാലഞ്ച്. അപ്പോൾ ഫണ്ടിങ് അറ്റ്ലീസ്റ്റ് ഇൻ ദ ബിഗിനിങ് ഫേസ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ് ടു 1 CR 2 CR 3 CR ഒക്കെ കേരളത്തിൽ തന്നെ റേസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത് 5-10 years ബാക്ക് എൻട്രിക്ക് തുടങ്ങുന്ന സമയത്ത് അതായിരുന്നില്ല. നമ്മൾ പുറത്ത് പോയിട്ട് ബാംഗ്ലൂരും ഇന്ത്യയിലെ ഡൽഹിയൊക്കെ ട്രാവൽ ചെയ്തിട്ട് അവിടെ നിന്ന് ഫണ്ട് റേസ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ അത് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ആ ഒരു ഇനീഷ്യൽ സീഡ് സ്റ്റേജ് ഫണ്ടിങ് കേരളത്തിൽ തന്നെ പോസിബിൾ ആണ്, പ്രൊവൈഡഡ് യു ആർ ബിൽഡിംഗ് സംതിങ് ഓഫ് വാല്യൂ. അപ്പോൾ ഇനിയും ഫണ്ടിങ്ങിൻ്റെ കാര്യമൊക്കെ സംശയമുള്ളവർക്ക് ഇതൊരു നല്ല റെസ്പോൺസ് ആയി എന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് കുറച്ച് സമയത്തിൻ്റെ പരിമിതിയുണ്ട്, അപ്പം നമുക്ക് ഡയറക്റ്റ് ഒരു റാപ്പിഡ് ഫയറിലോട്ട് പോവാം. ആൻഡ് അധികം ചിന്തിക്കരുത്, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. നമുക്ക് നോക്കാം എന്താ നിങ്ങൾ പറയാൻ പോകുന്നത്. സോ ആദ്യം ആരിൽ നിന്ന് തുടങ്ങണം? സുജിത്ത്, ഓക്കെയാ? ഓക്കെ. സ്റ്റോക്ക് മാർക്കറ്റ് മേഖലയിൽ വന്നില്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യാം? പെട്ടെന്ന് എന്തായിരിക്കും ചെയ്യാന്ന് വെച്ചാൽ ഞാനൊരു അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ. ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, ഫേവറേറ്റ് ട്രേഡിംഗ് ഇൻഡെക്സ്? ബാങ്ക് നിഫ്റ്റി. വൈ? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ബാങ്ക് നിഫ്റ്റിയിലാണ്. അന്ന് ഓപ്ഷൻ വീക്കിലി എക്സ്പയറി ആയിരുന്നു. അതുകൊണ്ട് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിൽ തന്നെ ഞാൻ റെക്കമെൻഡേഷൻ ഏകദേശം
7 yearsോളം കൊടുത്തിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സക്സസ് ആയിരുന്നോ ഡിസാസ്റ്റർ ആയിരുന്നോ? ഡിസാസ്റ്റർ ആയിരുന്നു. ഏതായിരുന്നു? ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരുന്നു, അത് ഡിലീറ്റ് ചെയ്തു പോയി. ഓ, അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം ഒരു കമ്പനീനെ മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. കുറച്ചുകൂടെ ബെറ്റർ ആവാൻ പറ്റിയതിൽ നിന്ന്. അതെ. ഓക്കെ, വാരൻ ബഫറ്റോ രാകേഷ് ജുൻജുൻവാല? രാകേഷ് ജുൻജുൻവാല. ഇന്ത്യൻ. ഇന്ത്യ. ഓക്കെ, മാർക്കറ്റിനെ ഒരു ദിവസം കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടിയെന്ന് വിചാരിക്കുക, എന്തായിരിക്കും ചെയ്യുക? അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് അല്ല, അങ്ങനെ ഒരു പവർ കിട്ടി, നമുക്ക് അറിയില്ല, അങ്ങനെ ഒരു പവർ കിട്ടി എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല, വെറുതെ നോക്കിയിരിക്കുമല്ലോ. ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റോക്ക്? ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റോക്ക്? ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റോക്കാ? ആ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റോക്സ് നെസ്ലെ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. നെസ്ലെ. വൈ? അവരുടെ പ്രോഡക്റ്റ് വൈസ് ആണ് എനിക്കിഷ്ടം. ഞാൻ എല്ലാ കമ്പനിയുടെ പ്രോഡക്റ്റ് വൈസ് ആണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ FMCG കമ്പനീസ് ആകുമ്പോൾ അവരുടെ പ്രൊഡക്റ്റ് എന്നും ഡിമാൻഡ് ഉള്ളതായിരിക്കും, എന്നും ആവശ്യമുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഫിനാൻസ് കമ്പനീസ് അവർക്കൊന്നും വേറെ ചേഞ്ചസ് വരില്ല, ആ കൂടെ RBI പോളിസി മാത്രമേ അവരുടെ ചേഞ്ചസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതാണ് മോസ്റ്റ് ഇത് രണ്ടും. ട്രേഡിങ്ങിനെ പറ്റി അറിയാൻ പറ്റുന്ന നല്ല ഏറ്റവും ബെസ്റ്റ് ബുക്ക്? ഞാൻ പറയട്ടെ, ബുക്കിനെക്കാട്ടും കൂടെ നമ്മൾ റിയലൈസ് ചെയ്യാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കാറ്. ഓക്കെ. ലൈവിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാം, നമ്മളായിട്ട് അതിനൊരു തിയറി ഉണ്ടാക്കുക. മറ്റുള്ളവർ പഠിച്ചത് അത് എന്താ പറയുക, എല്ലാവർക്കും അവർക്കൊരു ട്രേഡ് സീക്രട്ട് ഉണ്ടാകും, അത് മറ്റൊരാൾക്ക് ആരും പകർന്നു കൊടുക്കില്ല, നമ്മൾ സ്വന്തമായിട്ട് ഇത് കണ്ടുപിടിക്കണം. ഓക്കെ. ഇൻവെസ്റ്റ് ചെയ്തതിൽ വെച്ച ഏറ്റവും നല്ല റിട്ടേൺസ് തന്ന സ്റ്റോക്ക്? അദാനി പവർ. അദാനി പവർ. ഓ യാ, ഓക്കെ. നിങ്ങൾ രണ്ടുപേരിൽ ആരോട് ചോദിക്കണം? നെക്സ്റ്റ് ലെറ്റ്സ് ഗോ വിത്ത് ഹിസാം. ഹിസാം, ഐഡിയ ഓർ എക്സിക്യൂഷൻ, ഏതാണ് ഇമ്പോർട്ടൻറ്റ്? എക്സിക്യൂഷൻ. ഇപ്പോൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു സ്കില്ല്, ഇപ്പൊ എനിക്കുണ്ടായിരുന്നെങ്കിൽ തോന്നുന്ന ഒരു കോഡിംഗ്. 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 ഓക്കെ. 22 വയസ്സുള്ള ഒരു പുതിയ ജോലിക്ക് കയറുന്ന ഒരാളോട് പറയാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ്? ഒരു ജോലിക്ക് കയറുകയാണ്, ജോലിയിൽ കയറുന്ന ഒരാളോട് പറയാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ്? Along with your job, do some side project as well. സ്കിൽ, ബിൽഡ് സ്കിൽ. യാ. ജീവിച്ചിരിക്കുന്നവരായിട്ടോ മരിച്ചവരായിട്ടോ ആരെങ്കിലും ആയിട്ട് ഒരു ഡിന്നർ കഴിക്കാൻ പറ്റുവാണെങ്കിൽ ആരായിരിക്കും അത്? എനി ഫേവറേറ്റ്സ്? Elon Musk. എൻട്രി ബിൽഡ് ചെയ്ത സമയത്ത് ദ ആഹാ മൂമെന്റ്, ഓ ഇത് സെറ്റാ, അങ്ങനെ തോന്നിയൊരു മൂമെന്റ്? അത് നമ്മുടെ B2B പ്ലാറ്റ്ഫോമിൽ നിന്ന് PSCയിലേക്ക് മൂവ് ചെയ്തില്ലേ, ദാറ്റ് വാസ് നമ്മൾ B2B കോച്ചിങ് നമ്മൾ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്തത്. അത് അക്രോസ് ഇന്ത്യ 10 ലക്ഷം ആൾക്കാർ എഴുതുന്ന ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ നമ്മൾ PSC അത്ര വലിയൊരു എക്സാം ആയിട്ട് കണ്ടിരുന്നില്ല. ബട്ട് വൺസ് വി ഗോട്ട് ഇൻ ടു PSC നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ LDC എന്ന് പറഞ്ഞൊരു എക്സാം മാത്രം 25-30 ലക്ഷം ആൾക്കാർ കേരളത്തിൽ എഴുതുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ അത് വലിയൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ അക്രോസ് ഇന്ത്യ ഒരു എക്സാം 15 ലക്ഷം ആൾക്കാർ എഴുതുന്നുള്ളൂ, പക്ഷേ കേരളത്തിൽ മാത്രമുള്ള 25-30 എന്നത് വലിയൊരു മൊമെൻ്റ്. അതാണ് എൻട്രിയുടെ ഒരു വഴിത്തിരിവ് ഫ്രം ദാറ്റ് കോച്ചിങ് പ്ലാറ്റ്ഫോം ടു ലോക്കൽ ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോം. ഒരു ഗ്രോത്ത് കിട്ടിയ ഒരു സമയം. ഓക്കെ. ഏർലി മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് പേഴ്സൺ? നൈറ്റ്. ഈ ഒരു ആപ്പ് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എൻട്രി പറയാൻ പറ്റില്ല? വാട്സാപ്പ്. ഓ, ഞാൻ ചാറ്റ് GPT അങ്ങനെയൊക്കെ. ഓക്കെ. വാട്സാപ്പിൻ്റെ അകത്ത് ഇപ്പോൾ ചാറ്റ് GPT ഉണ്ടല്ലോ. ഓക്കെ, മെറ്റ. ഏറ്റവും കൂടുതൽ തോൽവിയിൽ നിന്ന് പഠിച്ചൊരു പാഠം? ഡെലിഗേറ്റ്. റൈറ്റ്. ഇപ്പോൾ എല്ലാം നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും സ്വന്തം ചെയ്യാൻ പാടില്ല എന്നാണ്. റൈറ്റ്. ഓൾവേസ് ഹയർ സമൺ ബെറ്റർ ദാൻ യു ഫോർ എ പർട്ടിക്കുലർ പൊസിഷൻ ആൻഡ് ദെൻ ട്രസ്റ്റ് ദെം. ദാറ്റ്സ് എ ഗ്രേറ്റ് ആൻസർ. വൺ മോർ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഐഡിയാസ് എടുക്കാം. എൻട്രി ഇതുപോലെ വേറൊരാളോ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇൻ 2025 ഹിസാം എന്തായിരിക്കും ബിൽഡ് ചെയ്യാൻ പോകുന്നത്? AI-ൻ്റെ അറൗണ്ട് എന്തെങ്കിലും ആയിരിക്കും. മേ ബി സംതിങ് റിലേറ്റഡ് ടു അപ്സ്കില്ലിംഗ്, ബട്ട് അറൗണ്ട് AI, ലൈക്ക് AI ഫസ്റ്റ്. ഓക്കെ. ഷാരിഖ്, ലെറ്റ്സ് മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ. ഒരു ട്രേഡറിന്റെ ഏറ്റവും വലിയ ശത്രു എന്താ? ഗ്രീഡ് ആണോ ഫിയർ ആണോ? ഗ്രീഡ്. ഓക്കെ. അടുത്തത്, ഒരു ഓൺട്രപ്രണർ എന്ന നിലയിൽ എടുത്ത ഏറ്റവും ടഫസ്റ്റ് ഡിസിഷൻ? ഓൺട്രപ്രണർ എന്ന നിലയിൽ എടുത്ത ഏറ്റവും ടഫസ്റ്റ് ഡിസിഷൻ?
ഞങ്ങൾ പലതവണ പിവറ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഒരു ഓഫറിംഗിലേക്ക് എത്തിയത്. അപ്പോൾ കുറേ പിവറ്റുകൾ, അതായത് നമ്മൾ അത്രയും കാലം ബിൽഡ് ചെയ്ത ഒരു പ്രൊഡക്റ്റിനെ നിർത്തി അതിന് വേണ്ട അതിൻ്റെ യൂസേഴ്സിനോടും പറഞ്ഞ് ഈവൻ വെൻ ഇറ്റ് ഇസ് വർക്കിംഗ്, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അതിൽ സ്കെയിലിൻ്റെ ഇഷ്യൂസ് കണ്ടിട്ടോ യൂണിറ്റ് എക്കണോമിക്സ് പ്രശ്നങ്ങൾ കണ്ടിട്ടോ നമ്മളത് ആ യൂസേഴ്സിനോട് ഇനി നമ്മളില്ല എന്ന് പറഞ്ഞ് പുതിയൊരു പ്രൊഡക്റ്റിലേക്ക് പിവറ്റ് ചെയ്യുന്ന ഒരു വിഷയം. അത് ഇമോഷണലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ലിമിറ്റഡ് റിസോഴ്സസ് അല്ലേ ഒരു പോയിന്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ റിസോഴ്സസ് കൊണ്ട് എല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പരിധിവരെ വർക്ക് ചെയ്യുന്ന ഒരു സാധനം പോലും നിർത്തേണ്ടി വരുമ്പോൾ വിഷമമുണ്ടാവും. ഓക്കെ, ഏതെങ്കിലും വീഡിയോയിൽ ഇപ്പൊ നമ്മൾ ലൈഫിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ഏതെങ്കിലും വീഡിയോസിലൊക്കെ ഫേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? കുറച്ചുകൂടെ ഒരു പവർ കിട്ടാൻ എല്ലാവർക്കും ഫേക്ക് ചെയ്യുന്നത് പോലെ ഫേക്ക് ചെയ്യേണ്ടതായിട്ടല്ലോ തോന്നിയിട്ടുണ്ടോ അങ്ങനെ? തിരിഞ്ഞു നോക്കുമ്പോൾ റിഗ്രറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടുണ്ട്. ആ ചെയ്യുന്ന സമയത്തൊന്നും ഫേക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഏതായിരിക്കും ഒരെണ്ണം പറയാൻ പറഞ്ഞ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പണ്ട് വണ്ടിയുടെ ബാറ്ററി കേടായപ്പോ ഞാൻ ട്രേഡ് ചെയ്തിട്ട് അപ്പൊ അത് ഞാനിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അത് ക്രിഞ്ചായിട്ടും വളരെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ വളരെ ഹൈ കൺവിക്ഷനിലായിരുന്നു. പക്ഷെ അത് അന്ന് ഭയങ്കര വൈറലായ ഒരു സംഭവം. അതെ, അതാണ് എനിക്ക് 26 വയസ്സുള്ളൂ. അപ്പൊ അതിന്റെ ചോരത്തിളപ്പിൽ ചെയ്തു പോയത്. ദാറ്റ്സ് ഓക്കെ. ഷാരിഖിന് ഇതുവരെയുള്ള ഒരു ജേർണിയിൽ ഒരു വേർഡായിട്ടോ സെന്റൻസ് ആയിട്ടോ പറയാൻ പറഞ്ഞ എന്തായിരിക്കും? ഈ ഇതുവരെയുള്ള ഒരു ജേർണി ഒരു വേർഡായിട്ടോ സെന്റൻസ് ആയിട്ടോ പറയാൻ പറഞ്ഞ? പെർസിവിയറൻസ് എന്ന വാക്ക് ഞാൻ കുറെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഞാൻ കുറെ നാളുകളായിട്ട് ഇതിങ്ങനെ പല സാധനങ്ങളുടെ പിന്നിൽ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെർസിവിയറൻസും എക്സലൻസും രണ്ട് വാക്കുകൾ ഞാൻ പലപ്പോഴും പറയലുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പെർസിവർ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അത് എക്സലന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ, ബെറ്റർ ആയിക്കൊണ്ടില്ലായിരുന്നെങ്കിൽ പെർസിവിയറൻസേ നടക്കുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും കാലമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ശ്രമിക്കുമ്പോൾ തോക്കുമ്പോൾ അതിൽ നിന്ന് പഠിച്ച് ഹിസാം പറഞ്ഞ പോലെ ബെറ്റർ ആയിട്ട് ഓണ്ടർപ്രണർ ഫെയിൽ ആകുന്നില്ല, ബെറ്റർ ആയി. അപ്പൊ ആ ബെറ്റർ ആയിട്ട് അടുത്ത അറ്റംപ്റ്റ് കുറെ കൂടെ ബെറ്ററായി ചെയ്തു. ഞാനിങ്ങനെ ഷാരിഖ് പറയുമെന്ന് നമ്മുടെ മൈൻഡിൽ വന്ന എൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ദെൻ വൺ മോർ, ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ബുക്ക് എന്താണ്? ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള? സേപ്പിയൻസ് ആയിരിക്കും. ടൈം മാനേജ്മെന്റിൽ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ഹാക്ക് എന്തായിരിക്കും? ടൈം മാനേജ്മെന്റിന് വേണ്ടി കണ്ടുപിടിച്ച ഏറ്റവും വലിയ ഹാക്ക് എന്താ? ഷാരിഖ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ വാൾപേപ്പർ പോലെ ഇട്ടിരുന്നു, ഇഫ് യു ക്യാൻ ഡു സംതിങ് ഇൻ അണ്ടർ 5 minutes, ഡു ഇറ്റ് നൗ. ഓക്കെ, അത് കാര്യമായിട്ട് പ്രൊക്രാസ്റ്റിനേഷനെ മാറ്റി വെക്കാൻ ഹെൽപ്പ് ചെയ്തു. എന്തെങ്കിലും കാര്യം 5 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിപ്പോ ചെയ്തോ, അത് പിന്നത്തേക്ക് വെക്കണ്ട എന്നുള്ളത്. എനിക്കൊന്ന് അതെന്റെ വാൾപേപ്പർ ആണെന്ന് തോന്നുന്നു. കരിയർ അഡ്വൈസിൽ ഏറ്റവും ഓവർ റേറ്റഡ് എന്ന് തോന്നിയിട്ടുള്ള കാര്യം? പാഷനെ ചേസ് ചെയ്യൂ. പാഷൻ ആൾക്കും അറിയില്ല. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അത് സക്സസ്ഫുൾ ആകുമ്പോൾ അത് പാഷനായി മാറുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പാഷനൊന്നുമല്ല. എന്താ, ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴോ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഞാൻ ഇങ്ങനെ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അടിപൊളിയാകണം എന്ന് ചിന്തയൊന്നും എനിക്ക് ഉണ്ടായില്ല. ഞാൻ പല കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ജീവിതത്തിൽ, പല ബിസിനസ്സുകൾ തുടങ്ങി. ഞാനൊരു റെസ്റ്റോറന്റ് നടത്തിയിട്ടുണ്ട് ബാംഗ്ലൂർ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഒരു ആക്ച്വൽ ബിരിയാണി കട ഞാൻ കൗണ്ടറിൽ നിന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ ജീവിതത്തിൽ പാനു. അങ്ങനെ പല ബെറ്റ്സ് എടുത്തതിൽ ഒരു ബെറ്റായിരുന്നു ട്രേഡിങ്. ആ ബെറ്റ് വർക്കായപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കസേരയിൽ ഇരുന്നിട്ട് ട്രേഡിങ്ങിനെ പറ്റി വാചാലനാകുന്നു. അപ്പൊ ഇന്ന് ഹൈൻസൈറ്റിൽ അത് പാഷൻ ആകുന്ന. അപ്പൊ പല ഇത് അറ്റോമിക് ഹാബിറ്റ്സിലും ഓതറും ഇതിനെ പറ്റി പറയുന്നത്. അപ്പൊ നമ്മളത് ഒരു സാധനത്തിൽ നമുക്ക് മാസ്റ്ററി വരുമ്പോഴാണ് ശരിക്കും അത് നമ്മൾ ട്രൂ പാഷൻ ആവുകയും അതിൽ നമ്മൾ കുറെ കൂടെ അകത്തേക്ക് പോകുന്നത്. നമ്മൾ ജനിക്കുമ്പോഴേ പാഷനായിട്ടല്ല ജനിക്കുന്നത്, നമ്മൾ എക്സ്പീരിയൻസ് ത്രൂ ആണ് നമ്മൾ ആ പാഷൻ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി അല്ലെങ്കിൽ സീരീസ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? കണ്ടിട്ട് ഇത് ഇങ്ങനെയാണല്ലോ. വുൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് ആണ് ഞാൻ പല തവണ ഇരുന്ന് കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്ന സാധനമാണ് വുൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ്. ഓക്കെ, എനിക്കൊന്ന് ആരൊക്കെ ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു, ആരോ കൈ അടിച്ചു. ഇനി ഈ കൂട്ടത്തിൽ ജിമ്മിൽ പോകുന്ന എത്ര പേരുണ്ട്? ജിമ്മിൽ ഓക്കെ, വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്? കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ നല്ലപോലെ ഹസിൽ ചെയ്യണം, വർക്ക് ചെയ്ത് അത്രയും ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് അവഗണിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്. നമ്മൾ അത്രയും ഹെൽത്തി ആണെങ്കിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. അപ്പോൾ എന്താണ് ഹെൽത്തിനെ പറ്റി നിങ്ങളുടെ ടേക്ക് എന്താണ്? ഞാൻ ഇന്ന് കയറി വന്നപ്പോൾ എന്നെ ആദ്യം കണ്ട ഒരു വ്യക്തിയുണ്ട്, ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അവർ എന്നെ കണ്ടപ്പോൾ ആദ്യം തന്നെ ചോദിച്ചത്, കുറേ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, പണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിൽ 25 കിലോ കുറച്ചു. അപ്പോൾ ഞാൻ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു
അപ്പൊ പഴയ ഷർട്ടൊക്കെ എപ്പോഴും, അപ്പൊ അതുകൊണ്ടാണ് അത് കുറച്ച് വലുതായിട്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ പരസ്പര വിരുദ്ധത പറഞ്ഞു തുടങ്ങിയില്ലേ. അപ്പോ ഞാനിപ്പോ ഇങ്ങനെ ജീവിതം മാറുമ്പോൾ എന്റെ പുതിയ ചിന്തകളിൽ ഞാൻ പറയും, പണ്ട് ഞാൻ സ്റ്റാൻഡ് ചെയ്തതാ പൈസ ഉണ്ടാക്കാൻ നമ്മൾ ഒപ്പിടുമ്പോൾ പൈസ മാനേജ് ചെയ്യുന്നില്ല. അതിനേക്കാളും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു സാധനമല്ലേ എന്ത് പൈസ ഉണ്ടാക്കിയാലും എന്തായാലും നമുക്ക് ഹെൽത്ത് നമ്മൾ നോക്കിയില്ലെങ്കിൽ എങ്ങനെ നല്ല ജീവിതം ഉണ്ടാവും. ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണം എന്നുള്ള വഴി പറയുന്നതിനെ മുന്നിലുള്ള വഴിയല്ലേ സമാധാനത്തിൽ വയ്യാതാവാതെ നടന്നുകൊണ്ട് ആൾക്കാരോട് സംസാരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് വെടിന്ന് എണീറ്റുകൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ലേ ശരിക്കും ഏറ്റവും ഫണ്ടമെന്റൽ. പൈസ ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതെനിക്ക് കുറെ നാൾ കഴിഞ്ഞിട്ട് വന്നൊരു തോട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു തോട്ട് വന്നേ പിന്നെ ഞാൻ ഹെൽത്തിനെ കാര്യമായി പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഫിസിക്കൽ ഹെൽത്തിലാണ് ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്, മെന്റൽ ഹെൽത്തിലേക്കും എത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കാര്യമായി പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി അവിടെ ആഡ് ചെയ്യാനാണെങ്കിൽ, എഗെയിൻ ഞാൻ നേരത്തെ പറയും നമ്മളൊരു കുറച്ച് പൈസ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഫിലോസഫി പറയാമെന്ന്. ആ പൈസ ഉണ്ടാക്കുന്ന ഓട്ടത്തിൽ ഞാനും നോക്കിയിട്ടില്ല, കിട്ടണത് കഴിച്ച് പറ്റണത് പോലെ പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അതിനിടയിലും ഹെൽത്ത് എന്നൊക്കെ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ പോസിബിൾ ആവും? അപ്പോൾ വിത്ത് ഫുൾ സെൽഫ് അവയർനെസ് ഞാൻ പറയാണ്, എന്റെ 20കളിലോ 25ലും ഒക്കെ ഞാനിങ്ങനെ പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ എനിക്ക് ഹെൽത്തിനെ പറ്റി ചിന്തിക്കാനോ ഇങ്ങനെയുള്ള പ്രസംഗം നടത്താനും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ലോകത്ത് ആദ്യം പൈസ തന്നെ വേണം, ഈവൻ ദോ ഹെൽത്ത് ഇസ് ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന്റെ ബാലൻസ് നേരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ നല്ലതായിരിക്കും. പക്ഷേ അതാണ് ആദ്യത്തെ ജോലി കണ്ടുപിടിക്കുക, ഒരു പൈസ ഉണ്ടാക്കുക, വണ്ടി വാങ്ങുക, വീട് വാങ്ങുക, അങ്ങനെയുള്ള ബേസിക് സെറ്റപ്പുകളുടെ ഓട്ടത്തിനിടയിൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം നടത്തി പോയാൽ എത്ര പേർക്ക് എത്രമാത്രം റിയലിസ്റ്റിക് ആകും എന്ന് എനിക്ക് അറിയില്ല എന്നൊരു പേടിയുണ്ട്. എന്നാലും കുറച്ച് കോൺഷ്യസ് എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ. തീർച്ചയായിട്ടും ആദ്യമേ പറ്റും. ഇയാൾ അത്രയും നല്ലത്, ഞാനൊക്കെ ലേറ്റ് ആയി പോയി എന്നുള്ള റിഗ്രറ്റ്. അടുത്ത ഞാൻ ഹിസാമിനോടാണ് ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന നിലയിൽ ചിലപ്പോൾ ഹിസാമിനെ അറിയത്തുള്ളായിരിക്കും. പക്ഷേ ഹിസ് ആൻ അത്ലീറ്റ്, ഒരു സ്പോർട്സ് പേഴ്സൺ ആണ്, ക്രിക്കറ്റ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ 6 കിലോമീറ്റേഴ്സ് ഒക്കെ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ നടക്കാൻ പോവാം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. കൂടാതെ നമുക്ക് എൻട്രിയുടെ ഭാഗത്തുനിന്ന് സ്റ്റെപ്പ് ചലഞ്ച് എന്ന് പറഞ്ഞൊരു ചലഞ്ച് ഉണ്ട്. അതായത് എൻട്രിയിൽ ഏറ്റവും കൂടുതൽ ഒരു മാസം ഇങ്ങനെ വോക്ക് ചെയ്യുന്ന സ്റ്റെപ്സ് എടുക്കുന്നതാണ്. ലൈക്ക് അതൊരു ചലഞ്ചാണ്. ഹിസാം അതിൽ ലാസ്റ്റ് മന്ത് 2nd വന്നതാണ്. അപ്പോൾ വാട്ട് ഈസ് ഹെൽത്ത് ഫോർ യു? എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഹിസാമിന് ഹെൽത്ത്? റീസെൻ്റ്ലി ഞാനൊരു കോട്ട് വായിച്ചിരുന്നു വിച്ച് മെയ്ഡ് എ ലോട്ട് ഓഫ് സെൻസ് ഫോർ മീ. ബേസിക്കലി ഇറ്റ് സെഡ് സംതിങ് ലൈക്ക് you have 100 problems in your life until you have a health problem, then you only have one problem, right? അപ്പോൾ ആ ഒരു സീരിയസ് ഹെൽത്ത് പ്രോബ്ലം വരുന്നവർ വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു ഫിലോസഫിയാണ് എൻ്റെത്. എല്ലാവർക്കും അവരുടേതായ സ്റ്റൈൽ ഉണ്ടാവും, ബട്ട് ഐ തിങ്ക് ഫിറ്റ്നസ് ഹാസ് ടു ബി യുവർ യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ യുവർ ലൈഫ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിപ്പോൾ നമ്മളൊരു സക്സസ്ഫുൾ ലൈഫോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഹെൽത്ത് 2 സിറ്റുവേഷനിലും വേണം. കാരണം ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഹെൽത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മച്ച് ബെറ്റർ ഓവർകം ചെയ്യാൻ പറ്റും. സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ അത് ആ സക്സസ്സും മച്ച് മോർ എൻജോയ് ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പോൾ ഫിറ്റ്നസ് ഹാസ് ടു ബി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എവരി വൺ. എനിക്ക് എൻ്റെ ലൈഫിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ വർക്ക് ഔട്ട് ലൈക്ക് 5 times a week. എൻ്റെ എല്ലാ ബാക്കിയുള്ള വർക്ക് പോലും ഐ വുഡ് റിവോൾവ് അറൗണ്ട് ഫിറ്റ്നസ് എന്ന് ഞാൻ പറയുള്ളൂ, റൈറ്റ്? കാരണം ആദ്യം തന്നെ രാവിലെ നിന്ന് ജിമ്മിൽ പോയിട്ടാണ് പിന്നെ ഓഫീസിലോട്ട് പോകുന്നുള്ളത്. അപ്പോൾ ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ഐ നോ ദിസ്, റൈറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ്. ലൈക്ക് അൺടിൽ യു ഹാവ് എ ഹെൽത്ത് പ്രോബ്ലം യു കൈൻഡ് ഓഫ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്, റൈറ്റ്? അപ്പോൾ അത് എനിക്ക് തോന്നുന്നൊരു ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ട് എല്ലാവരും എടുക്കണം എന്ന് എൻ്റെ അഭിപ്രായം. കാരണം അത് ഇപ്പോൾ നമ്മൾ എത്ര സ്ട്രെസ്ഫുൾ ജോബാണെന്നുണ്ടെങ്കിലും എത്ര പ്രയോറിറ്റി ബാക്കിയുള്ള ആൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും സെൽഫിഷ് ആവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ലുക്ക് അറ്റ് യുവർ ഹെൽത്ത് ഫസ്റ്റ് ആൻഡ് ദെൻ ഫോക്കസ് ഓൺ എവറിത്തിങ് എൽസ്. ഏതൊരു ഏജിലാണ് ഇങ്ങനെ ഒരു ഹെൽത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി ശരിക്കും ചോദിച്ചാൽ? ഞാൻ ആദ്യം പണ്ട് മുതലേ ലൈക്ക് സ്കൂളിലൊക്കെ ക്രിക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. പിന്നെ ജിമ്മും വളരെ ഏർലി തുടങ്ങിയാണ്. അന്നത്തെ ജിമ്മിൻ്റെ റീസൺസ് ഡിഫറെൻ്റ് ആയിരുന്നു. ലൈക്ക് സ്കൂളിൽ വരുമ്പോൾ ലുക്സ് കൂടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ജിമ്മിൽ. കാസർഗോഡാണ് വീട്, അപ്പോൾ കുറേ കാസർഗോഡ് കുറേ ജിമ്മൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവരെ കൂടി പോയതാണ്. പക്ഷേ ദാറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, റൈറ്റ്? കാരണം ഏർലി തുടങ്ങിയതുകൊണ്ട് ഐ ക്യാൻ സ്റ്റിൽ ക്യാരി ഓവർ ദാറ്റ് നൈസ്ലി, റൈറ്റ്? 17-18 ഇയേഴ്സിൽ ജിം തുടങ്ങിയാണ്. അപ്പോൾ ഇപ്പോഴും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൈൻഡ് ഓഫ് പിക്ഡ് അപ്പ് വെരി ഏർലി. ക്യാൻ യു ആഡ് എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നത്? അതായത് ഒരു ഫൗണ്ടർ എന്ന നിലയിലും അതേപോലെ തന്നെ ഹെൽത്ത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് രണ്ടും ഒരു ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന രീതിയിൽ കൊണ്ടുവരുന്നത്? ഇത് അഗൈൻ ബാലൻസ് ചെയ്യേണ്ട ആവശ്യം വരാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. രാവിലെ എണിച്ചിട്ട് നമ്മൾ ഇപ്പോൾ അഗൈൻ അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു കൾച്ചർ പ്രോബ്ലം കൂടിയാണ്. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പല്ലേക്കുന്ന പോലെയാണ് ഹെൽത്ത്, റൈറ്റ്? രാവിലെ എണിച്ചാൽ അവർ ഓടും, റൈറ്റ്? അത് അവരുടെ മനസ്സിൽ ഡിഫോൾട്ടുള്ള ഒരു സാധനമാണ്. അതല്ലാതെ ഇതൊരു പുതിയ സാധനമാണ് ഇന്ന് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ തോന്നൽ പോലും വരാറില്ല, റൈറ്റ്? യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിൽ US ആണെന്നുണ്ടെങ്കിലും ഈവൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലാണെന്നുണ്ടെങ്കിലും ഹെൽത്ത് കോൺഷ്യസ് ആൾക്കാർ ഇറ്റ്സ് എ ഡിഫോൾട്ട്. അവർക്ക് പല്ലേക്കുന്ന പോലെയും രാവിലെ ഫുഡ് കഴിക്കുന്ന പോലെയാണ് ഫിറ്റ്നസ്, റൈറ്റ്? അപ്പോൾ അത് ആ ഒരു
മെൻ്റൽ സ്റ്റേറ്റിലേക്ക് എത്താൻ കുറച്ച് പാട് ഉണ്ടാവും. പിന്നെ നേരത്തെ ഷാരിഖ് പറഞ്ഞ പോലെ അറ്റോമിക് ഹാബിറ്റ്സിലൊക്കെ പറഞ്ഞൊരു കൺസെപ്റ്റാണ്. ലൈക്ക് നിങ്ങളത് ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു പല്ല് കേൾക്കുന്ന പോലെ ആയിരിക്കണം നിങ്ങളുടെ ആ സംഭവം, റൈറ്റ്? അപ്പോൾ നിങ്ങളത് എണിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യണം. അപ്പോൾ ആ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പണിയെടുക്കണം. പക്ഷേ വൺസ് യു റീച്ച് ദർ ഇറ്റ് ഷുഡ് ബി ഹാബിറ്റ്. ലൈക്ക് ഒരിക്കലും വിട്ടുപിടിക്കാൻ പറ്റില്ല, റൈറ്റ്? പല്ലേച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ഓഡ് ഫീലിംഗ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആയിരിക്കണം എക്സസൈസ് ചെയ്തില്ലെങ്കിൽ. സുജിത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഹൗ ഇസ് യുവർ ഫിറ്റ്നസ്? ഞാൻ ശരിക്കും പറഞ്ഞ ഫിറ്റ്നസ് നോക്കുന്ന ഒരാളല്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷേ ഞാൻ ഒരിക്കൽ ശ്രമിച്ചതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല. കോവിഡിൽ നമുക്ക് വാക്സിൻ എടുക്കാൻ പോകണം. വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ ഒരു 4 നില മുകളിൽ കയറിയപ്പോഴേക്കും ഞാൻ മുകളിലെത്തി പോയി വശക്കേടായി, തലകറങ്ങും പോലെ. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഹെൽത്ത് അത്ര നല്ലതല്ല. അപ്പം അതിനുശേഷം കുറച്ചൊക്കെ നടക്കും. അത് മാത്രമേ ഞാൻ ഹെൽത്തിൻ്റെ സൈഡിൽ നിന്ന് കൂടെ ചെയ്ത ഒരു കാര്യം. നല്ല ഫുഡ് കഴിക്കുക, കുറച്ച് നടക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഗ്രേറ്റ്. ഇനി ഒരു ഓൺട്രപ്രന്യേഴ്സ് എന്ന രീതിയിൽ നമ്മൾ നോക്കാൻ നേരം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ ലൈഫ് ഭയങ്കര ബിസി ആയിരിക്കും. ഇവർ 3 പേരാണെങ്കിലും ഓൺട്രപ്രനേഴ്സ് ആണ്. അപ്പോൾ ലൈഫ് നല്ല ബിസി ആയിരിക്കും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഷാരിഖിന്റെ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൗ ഇസ് യുവർ വൈഫ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം നല്ല ബിസി ലൈഫാണ്. ഹൗ ഡു യു മാനേജ് എവറിത്തിങ്? എന്താ ഇപ്പോൾ വൈഫുമായിട്ട് ദേഷ്യപ്പെടാറുണ്ടോ? ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നേരത്തെ വരണം, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടോ? ഇല്ലില്ല, ഭാഗ്യം കൊണ്ട് അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇപ്പൊ ഇല്ല. നന്നായി തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കല്യാണം കഴിച്ചപ്പോഴേ, ഞാൻ അതിന് മുൻപേ ബിസിനസ് ചെയ്യുന്നുണ്ട്, ട്രേഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ആദ്യമേ ഞങ്ങൾ വളരെ തുറന്ന് ശക്തമായ ഒരു ചർച്ച നടത്തിയിരുന്നു. ഇങ്ങനെയൊക്കെയാണ് മുന്നിലേക്ക് ഉണ്ടാവുക, ഇതാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ള സംസാരം ആദ്യമേ ഉണ്ടായി. അതുകൊണ്ട് അങ്ങനെ വളരെ അലൈനായി നന്നായി തന്നെ പോകുന്നത്. വൈഫ് തന്നെയാണ് ഒരു ബാക്ക് ബോൺ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ അതുകൂടി ഉണ്ട്. അപ്പൊ അതായത് എന്റെ ബിസിനസ്സിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, ട്രേഡിങ്ങിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എന്റെ മനസ്സിലൂടെ ഓടുന്ന എല്ലാ സാധനങ്ങളും അതുപോലെ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ പോയി എല്ലാം പറയും. എല്ലാ ദിവസവും രാത്രി ഏറെക്കുറെ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആ ദിവസത്തെ പറ്റിയും എന്റെ മനസ്സിലുള്ള കാര്യം, അപ്പൊ കമ്പനിയുടെ റവന്യൂ ആണെങ്കിലും അങ്ങനെയുള്ള നമ്പേഴ്സും എല്ലാം വൈഫിനും അറിയാം. അപ്പൊ ആ ഒരു രീതിയിലുള്ള തുറന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം ഞാൻ യാത്ര ചെയ്യുമ്പോൾ അറിയാം, അതിന്റെ വഴി അറിയാം, എന്തിനാണ് യാത്ര ചെയ്യുന്നത്, എന്തിനാണ് വരാതിരിക്കുന്നത്. കാരണം അത് ഏത് പ്രശ്നം സോൾവ് ചെയ്യാനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അലൈൻമെന്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് പാർട്ട്ണർ ആണെങ്കിലും ആരാണെങ്കിലും അവർക്ക് നമ്മുടെ ജീവിത സാഹചര്യം, നമ്മൾ ഒരു ആക്ഷൻ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാകാത്ത സ്ഥലത്തു നിന്നായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ആ വ്യക്തിക്ക് അറിയാം നമ്മൾ ചെയ്യുന്നത് വാട്ട് ഇസ് നീഡഡ് റൈറ്റ് നൗ. ലോജിക്കലി അതാണ് ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സ്കോപ്പില്ലല്ലോ, പിന്നെ ചർച്ചയ്ക്ക് സ്കോപ്പില്ലല്ലോ. അതെ, ഓക്കെ. അപ്പോൾ കമ്മിങ് ടു ഹിസാം, കൈൻഡ് ഓഫ് സെയിം സീനാണ് എനിക്കും. അഗൈൻ മൈ വൈഫ് വർക്ക്സ് അറ്റ് എൻട്രി. ഇവിടെ ഉണ്ട്, ഒരു ഹായ് പറയോ? ഷീസ് ദെയർ. സോ ബേസിക്കലി her name is ഫസ്മീന. അപ്പോൾ ഫസ്മീന വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് എംപ്ലോയീസ് ഇൻസൈഡ് എൻട്രി. ആദ്യം സെയിൽസ് വെച്ചിട്ടാണ് തുടങ്ങിയത്, പിന്നെ യൂസർ ഹാപ്പിനെസ് ടീം ഏറ്റെടുത്തു. ഇപ്പോൾ ഐ തിങ്ക് ഷീ ഈസ് ലീഡിങ് എ ടീം ഓഫ് അറൌണ്ട് 35 പീപ്പിൾ ഇൻസൈഡ് എൻട്രി. അപ്പോൾ എൻട്രീൻ്റെ അകത്തുണ്ടായതുകൊണ്ട് ഇറ്റ് ഹാസ് ബീൻ ലൈക്ക് എ വെരി ഗുഡ് റിലേഷൻഷിപ്പ്, ബിക്കോസ് ഓൾറെഡി കുറേ കാര്യങ്ങൾ അറിയാം, റൈറ്റ്? ഇപ്പം ഞാൻ പോയിട്ട് പറയേണ്ട ആവശ്യം പോലും വരല്ല. ഷാരിഖ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് സിമിലർ, ബട്ട് ഇത് കുറച്ചും കൂടി 1 സ്റ്റെപ്പ് ഹെഡ് ആണ്. കാരണം സ്ലാക്കിൽ അവൈലബിൾ ആണ്, ഇമെയിൽ അവൈലബിൾ ആണ്, കമ്പനിയുടെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് സിങ്ക് ആവാൻ വളരെ എളുപ്പമാണ്. കമ്പനീൻ്റെ ഇവിടെ എന്ത് നടക്കുന്നതെന്ന് ഓൾറെഡി അറിയാം. ഫോർ ദാറ്റ് റീസൺ ഐ ഹവ് ബീൻ ലക്കി. സോ ഇറ്റ്സ് ബീൻ ഈസി. ഐ മീൻ, ആൻഡ് എഗെയിൻ ഇത് എല്ലാവരും ഇങ്ങനെയാവണമെന്നില്ല. ഓരോരാൾക്ക് ഓരോരോ ഫോമിൽ ഉണ്ടാവും. കുറേ ആൾക്കാർ ബേസിക്കലി രണ്ട് ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അവരൊരു കോമൺ ഫിലോസഫി, കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ വർക്ക്, റൈറ്റ്? സോ കുറേ ഇൻവെസ്റ്റേഴ്സ് ഒരു ഹസ്ബൻഡും വൈഫും ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാറ് പോലും ഇല്ല. കാരണം ദേവ് സീൻ എ ലോട്ട് ഓഫ് ബാഡ് സ്റ്റോറീസ് ഓൾസോ, റൈറ്റ്? കാരണം ഇറ്റ്സ് എ വെരി തിൻ ലൈൻ. ഇപ്പോൾ ഹസ്ബൻഡും വൈഫും ഒരേ കമ്പനി ഇൻവോൾവ് ആണ്. ഒരു ബിസിനസ്സും ഒരു റിലേഷൻഷിപ്പും എപ്പോഴും കൈൻഡ് ഓഫ് എഡ്ജി ആണല്ലോ, റൈറ്റ്? അപ്പോൾ ഒരു സാധനത്തിന് എഫക്റ്റ് ആയി കഴിഞ്ഞാൽ അത് മറ്റതിന് ബിസിനസ്സിന് എഫക്റ്റ് ആവും, ബിസിനസ് എഫക്റ്റ് ആയി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിന് എഫക്റ്റ് ആവുമെന്ന് പേടിച്ചിട്ട് കുറേ ഇൻവെസ്റ്റേഴ്സ് പോലും കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ബട്ട് ഫോർ അസ് ഇറ്റ്സ് ബീൻ ഗ്രേറ്റ്. Not only for us, but എൻട്രീൻ്റെ അകത്ത് തന്നെ കുറേ കപ്പിൾസ് ഉണ്ട്, റൈറ്റ്? വാട്ട് ഐ ഹാവ് സീൻ ഇസ് ഒരു ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് their commitment towards the company improves a lot. എൻട്രീൻ്റെ അകത്ത് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് their relationship also improves. So എൻട്രീൻ്റെ അകത്ത് it has been smooth and ഇൻവെസ്റ്റേഴ്സും they all know and they've still good. And ഒന്ന് 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി it has changed. A lot of such good examples have come out. That's great. സുജിത്ത്, എൻ്റെ ഇതിൽ നിന്ന് ഡിഫറൻസ് ആണ്. ഇപ്പം ഞാനും എൻ്റെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചാൽ സുജിത്ത് എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ വൈഫ് പറയും ഷെയർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്.
എന്താണെന്ന് ആൾക്ക് ഇപ്പോഴും എന്നെ കുറിച്ച് അറിയില്ല. വിശ്വജിത്തിന്റെ വൈഫ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഹായ് പറയുവാണെങ്കിൽ എവിടെയായിരുന്നു? എൻ്റെ വൈഫിന് ഇന്നും അറിയില്ല, പക്ഷെ എൻ്റെ കമ്പനിയുടെ പാർട്ണറാണ്, അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാലും അതിന് ആൾ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാറില്ല. ഇപ്പം അതിൻ്റെ ബിസിനസ് നടക്കുന്നുണ്ടോ അതിനെക്കുറിച്ചൊന്നും ആൾ വറി ചെയ്യാറില്ല. പിന്നെ ഞാൻ ജസ്റ്റ് പറയും ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഇവിടേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നു, ഇപ്പം എന്താണെന്നെങ്കിലും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. നാളെ 10 പേരൊക്കെ ചോദിക്കുമ്പോൾ പറയട്ടെ എന്ന് വെച്ചിട്ടാണ് ആളെയും കൂടെ കൊണ്ടുവന്നിക്കണേ. പിന്നെ വെച്ചാൽ ആളുടെ ഒരു കംഫർട്ട് സോണിലാണ്. ആളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് എൻ്റെ ഒരു കംഫർട്ട് സോണിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അതിലാള് ഹാപ്പിയാണ്, എൻ്റെ ഫീൽഡിൽ ഞാൻ ഹാപ്പിയാണ്. ആളൊരു CA ആണ്, ഫോർ യുവർ കോണ്ടെക്സ്റ്റ്. ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പൊ ആള് CAക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, ഞാനും ആളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ആള് ഹാപ്പി ആയിട്ട് തന്നെ അതിൻ്റെ ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നു. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ ഒരു സെയിം ബിസിനസ് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു ബിസിനസ്സിന്റെ നല്ല സമയം ഉണ്ടാവും, ചീത്ത സമയം ഉണ്ടാവും. ഇപ്പം എൻ്റെ ബിസിനസ്സിൽ നല്ല സമയത്ത് ഞാൻ നന്നായി പെർഫോം ചെയ്യും. എനിക്കൊരു ചീത്ത സമയം ഉണ്ടെങ്കിൽ ആളെന്നെ ബാക്ക് ബോൺ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, രണ്ട് വ്യത്യസ്ത മേഖലകളിലേക്ക് നിൽക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഡിഫറെന്റ് തോട്ട്. ഓക്കെ, നമുക്ക് ഇനിയുള്ളത് നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇവരോട് 3 പേരോടും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനിവൺ? ഒരു ഫൗണ്ടറിനോട് ചോദിക്കാനുള്ള, അതുപോലെ ട്രേഡറിനോട് ചോദിക്കാനുള്ള എനി ക്വസ്റ്റ്യൻസ്? ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലേ? എനിവൺ? എനിത്തിങ് ടു ആസ്ക്? യാ. നിങ്ങൾ ഇപ്പോൾ പല സ്റ്റാർട്ടപ്പിലും ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് പറഞ്ഞു. റീസെൻ്റ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 1-2 ഐഡിയാസ് എന്തൊക്കെയായിരുന്നു? അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള നല്ല നല്ല ഐഡിയാസ്. പണ്ട് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ US ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കും. അപ്പോൾ ഇപ്പം നിങ്ങളൊരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെന്ത് കൈൻഡ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ്? ഞാൻ റീസെൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്തൊരു സ്റ്റാർട്ടപ്പാണ് കാത്ത ആഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ അത് വാട്ട് ദേ ഡു ഇസ് അവർ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് നാനോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു നെറ്റ്വർക്കാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാവും. നമ്മളതിൽ ചിലപ്പോൾ 1000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 2000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ വി ആർ ഓൾസോ കൺസിഡേർഡ് ആസ് എ നാനോ മൈക്രോ ഇൻഫ്ലുവൻസർ, റൈറ്റ്? എന്നിട്ട് ആ നെറ്റ്വർക്ക് പുറത്തുള്ള ബിസിനസ്സസിന് അവൈലബിൾ ആക്കി, റൈറ്റ്? ഫോർ എക്സാമ്പിൾ എൻട്രി അവരിലൂടെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ IG പോലത്തെ ബ്രാൻഡ്സ് അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, മനോരമ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് ദീവ് ഗോട്ട് മോർ ദാൻ 4 lakh or 5 lakh നാനോ ഇൻഫ്ലുവൻസേഴ്സ് ഇൻ കേരള. അപ്പോൾ എൻട്രി ആ കഥ പ്ലാറ്റ്ഫോമിലൂടെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 4 lakh അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര നാനോ ഇൻഫ്ലുവൻസേഴ്സ് എൻട്രിയുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യും. സോ ദാറ്റ്സ് വൺ കമ്പനി ദാറ്റ് ഐ ഹവ് ഇൻവെസ്റ്റഡ് ഇൻ റീസെൻ്റ്ലി. ഐ തിങ്ക് ഇറ്റ്സ് ഡൂയിങ് വെരി വെൽ. ഐ വുഡ് സേ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സ്റ്റാർട്ടപ്സ് ആണ്. രണ്ടാമത്തത് ഐ ഹവ് ഇൻവെസ്റ്റഡ് ഇൻ സംതിങ് കോൾഡ് ആപ്പ് മേക്കർ വെരി റീസെൻ്റ്ലി. ആപ്പ് മേക്കർ എന്ന് പറയുന്നത് ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ബിൽഡറാണ്, ഒരു സർവീസ് കൈൻഡ് ഓഫ് ബിസിനസ്സാണ്. പക്ഷേ ദൈവ് ഗോട്ട് ബിസിനസ് ലൈക്ക് ഇപ്പോൾ സുഡിയോ ഒക്കെ അവരുടെ കസ്റ്റമറാണ്. സുഡിയോയുടെ വെബ്സൈറ്റും മൊബൈൽ ആപ്പൊക്കെ ആപ്പ് മേക്കറാണ് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതാണ് 2 റീസെൻറ്റ് എക്സാമ്പിൾസ്. പിന്നെ പ്രീ മാജിക് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഷാരിഖ് ഈസ് ഓൾസോ ഇൻവെസ്റ്റർ. വി ഇൻവെസ്റ്റഡ് ടുഗെദർ ദെയർ. പ്രീ മാജിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇവൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസ് കുറേ എടുക്കുമല്ലോ. അപ്പോൾ ഫോട്ടോസ് എടുക്കുന്നത് നമ്മളൊരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ സെൽഫി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവൻറ്റിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ നമുക്ക് ഇവൻറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ്ലി വാട്സാപ്പിലൂടെ നമ്മുടെ പിക്സ് മാത്രം AI വെച്ച് സെലക്ട് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് കൈൻഡ് ഓഫ് 3 സ്റ്റാർട്ടപ്സ് ദാറ്റ് ഇൻവെസ്റ്റഡ്. റിയലി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഐ വുഡ് സേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്രെയിംവർക്കിലേക്ക് ഞാൻ ഇത് കണക്ട് ചെയ്യും. ദീസ് ആർ വെരി നിഷ് പ്രോബ്ലംസ്, റൈറ്റ്? പണ്ടത്തെ പോലത്തെ സോഷ്യൽ നെറ്റ്വർക്കോ അല്ലോ ഫുഡ് ഡെലിവറിയോ പ്ലാറ്റ്ഫോംസ് അല്ല. ഒരു യുണീക്ക് പ്രോബ്ലം ദാറ്റ് ഓൺലി എഫക്ട്സ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഓർ എ സർട്ടൻ ഇൻഡസ്ട്രി എടുത്ത് സോൾവ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും ഇനി ബെറ്റർ, റൈറ്റ്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലേക്കോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സെറ്റ് ഓഫ് യൂസേഴ്സിന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ടെക്നോളജി ബിൽഡ് സോൾവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇനിയുള്ള കാലത്ത്. പ്രീ മാജിക് പറഞ്ഞ പോലെ ഉണ്ട്. പിന്നെ ഡബ്വേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ ഞാൻ റീസെൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്തു, ഡബ്വേഴ്സ് AI. അപ്പോൾ അവർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഡബ് ചെയ്യാൻ ഈസിയാണ്, മൾട്ടി ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്ന എനിക്ക് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലും എൻ്റെ വീഡിയോസ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡബ്വേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അത് മോസ്റ്റ്ലി ക്രിയേറ്റേഴ്സും കോണ്ടന്റ് ക്രിയേറ്റിംഗ് കമ്പനീസും മീഡിയ കമ്പനീസൊക്കെ കാര്യമായി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡബ്വേഴ്സ് ഇസ് വൺ കമ്പനി. പിന്നെ വിൻഡ് വെൽത്ത് എന്നൊരു കമ്പനി കേട്ടിട്ടുണ്ടാകാം. ബോൺസിൽ ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ വിൻഡ് വെൽത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ആക്ച്വലി കഴിഞ്ഞ ഒരു വർഷത്തിന്റെ മേലെയായിട്ട് ഒന്നും തന്നെ പുതിയതായിട്ട് ചെയ്തിട്ടില്ല. കഥ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഇഷാൻ റീച്ച് ഔട്ട് ചെയ്തിരുന്നു എപ്പോഴും ഏതോ പോയിന്റിൽ, ഞാൻ മേ ബി സ്കിപ്പായി പോയി. നൗ ഐ റിഗ്രറ്റ്. അപ്പോൾ കഥ വന്നിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ക്ലോസ് ചെറിയൊരു എക്കോസിസ്റ്റം ഇപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്താൽ വളരെ ഈസിലി റൈറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ കണ്ണിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ പറഞ്ഞ പോലെ പ്രീമാജിക്ക് ഞങ്ങൾ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തു, കഥ പുള്ളി ഇൻവെസ്റ്റ് ചെയ്തു, എൻ്റെ കണ്ണിൽ എത്തിയിരുന്നു, ഇറ്റ് റീച്ച്ഡ് മീ. അപ്പോൾ ഇന്ന് എളുപ്പമാണ്, ഇന്ന് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിലേക്കൊക്കെ എത്താൻ വളരെ എളുപ്പമാണ്. നല്ലൊരു പ്രൊഡക്റ്റും അതിന് ട്രാക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. എൻ്റെ പേര് ഫസൽ എന്നാണ്, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ടിപ്പിക്കൽ ഒരു ഡിഗ്രി തീർക്കാനല്ലാതെ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ട്രേഡിങ് ആ ഒരു ഏരിയയിലേക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ സുജിത് സാറോട് ചെറിയൊരു കരിയർ പാത്ത് അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡ് എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് സംതിങ്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണോ അതൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാനാണോ നോക്കുന്നത്? അല്ല, സ്റ്റാർട്ടിങ്ങിൽ ഒരു ഒരു എംപ്ലോയി ആയിട്ട് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള പ്ലാൻ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ഒരു ബേസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് വർക്കിംഗ് കയറണമെന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്തൊരു സാധനത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കണം വേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഒരു അഡ്വൈസറി കമ്പനിയിലായിരുന്നു ഫസ്റ്റ് വർക്ക് ചെയ്തിരുന്നത്. ഞാനത് 7 വർഷത്തോളം ആ അഡ്വൈസറി കമ്പനിയുടെ റിസർച്ച് അനലിസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഡിഫറെൻ്റ് ചെയ്തു. അഡ്വൈസറി കമ്പനിയിൽ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് റെക്കമെൻഡേഷൻസ് എങ്ങനെ കൊടുക്കുന്നതെന്ന് മാത്രമേ അവിടെ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഷെയർ മേടിക്കാൻ പറയുന്നു, ഇത്രയിൽ സെല് ചെയ്യാൻ പറയുന്നു, അത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അത് ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ബ്രോക്കിംഗ് കമ്പനിയിലേക്ക് പോയി വർക്ക് ചെയ്തു, DPFS എന്ന് പറഞ്ഞ്. ബ്രോക്കിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് മേടിക്കുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. നെക്സ്റ്റ് ഞാൻ ഒരു PMS കമ്പനിയിൽ പോയി വർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ക്യാപിറ്റൽ ഒരു 10 lakhs ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ ഫിനാൻസ് സെക്ടറിലേക്ക് എത്ര ഇടണം, ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിലേക്ക് എത്ര ആയിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതിന് ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഒരു സ്ഥലത്തു നിന്നുള്ള എക്സ്പീരിയൻസ് മാത്രം വെച്ച് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതിന് പകരം ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള എല്ലായിടത്തും പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ കുറച്ചും കൂടെ അത് നന്നായിരിക്കും. നിങ്ങളുടെ ബിസിനസ്സിന് കുറച്ചും കൂടെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് സ്റ്റാർട്ടിങ് കരിയർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയുന്നത് ഫസ്റ്റ് തന്നെ ഇപ്പം റിസർച്ച് അനലിസ്റ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ NISത്തിൻ്റെ ഒരു എക്സാം ഉണ്ട്, 6 എക്സാം ഉണ്ട്. അത് പാസ്സായി കഴിഞ്ഞാൽ റിസർച്ച് അനലിസ്റ്റ് ആവാൻ പറ്റും. ജസ്റ്റ് ഏതെങ്കിലും ഒരു ബ്രോക്കിങ്ങോ അഡ്വൈസറിയുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുക. അത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു പ്രോപ്പറായിട്ട് ഒരു 5 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സെബിയുടെ ലൈസൻസ് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. എനിക്ക് ചോദിക്കാനുള്ള ഷാരിഖിനോടാണ്. അപ്പോൾ നമുക്ക് പല സ്ഥലത്ത് നിന്ന് നമുക്ക് പല ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്കിനെ കുറിച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഏത് സ്ട്രാറ്റജി ചെയ്യണം, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ ചെയ്യുക, ഇക്വിറ്റി, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നല്ലൊരു വാച്ച് ലിസ്റ്റ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? അതായത് പല ആൾക്കാരും ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിലും NSEയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും, അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും എന്നൊക്കെയാണ് പറയാം. സോ ആസ് എ ബിഗിനർ എങ്ങനെയാണ് നല്ലൊരു വാച്ച് ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? അതായത് ഫസ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്താലല്ലേ നമുക്ക് ആ കമ്പനി അനലൈസ് ചെയ്യാനോ അതിൻ്റെ എന്താണ് ലെവൽസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ വാട്ട് ആർ ദ പാരാമീറ്റേഴ്സ് ഷുഡ് ബി കൺസിഡർ വൈൽ പ്രിപ്പയറിംഗ് എ വാച്ച് ലിസ്റ്റ്? എന്തിനാണ് വാച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് ഇൻട്രാഡേ ആണോ, സ്വിംഗ് ട്രേഡ്സ് എടുക്കാനോ? ഇൻട്രാഡേ. ഓക്കെ, അപ്പൊ ഇൻട്രാഡേ ട്രേഡ്സ് ചെയ്യാനാവുമ്പോൾ നമുക്ക് വേണ്ടത് നല്ല മൂവ്മെന്റ് ഉള്ള സ്റ്റോക്കുകൾ വേണം എന്നുള്ള ഒരു ചർച്ചയിൽ നിന്ന് അപ്പോൾ ആദ്യം തുടങ്ങണം. അപ്പോൾ നമുക്ക് ലാർജ് ക്യാപ് സ്റ്റോക്സ് മേ ബി വേണ്ട എന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ വർക്ക് ചെയ്യാം. ഒന്നിന് വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു രീതിയുമുണ്ട്, പിന്നെ ഒരു വാച്ച് ലിസ്റ്റ് ഇല്ലാതെ ട്രേഡ് ചെയ്യാം. സ്ക്രീനേഴ്സ് ആൻഡ് സ്കാനേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സെറ്റപ്പിൽ ഒരു യൂണിവേഴ്സ് ഡിഫൈൻ ചെയ്തിട്ട്, യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ Nifty 500 ആകാം, Nifty 50 ആകാം, Nifty FNO എന്നുള്ള യൂണിവേഴ്സ് ആകാം. ഞാൻ അങ്ങനെ ഒരു മെത്തേഡാണ് ഞാൻ പണ്ട് ഇൻട്രാഡേ ഇക്വിറ്റി ഒക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റാദർ ദാൻ ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ മേ ബി ഒരു 5, 10, 15 സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ 5, 10, 15 നമ്മൾ എങ്ങനെയാണ്, ഹൗ ഇസ് ഇറ്റ് ഹ്യൂമൻലി പോസിബിൾ, നമ്മൾ ഓരോന്നിന്റെയും ചാർട്ടൊക്കെ തുറന്ന് നോക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന സെറ്റപ്പ് ഏതിൽ ഉണ്ടാകുന്നുണ്ട്, തുറന്ന് നോക്കി വരുമ്പോൾ മറ്റേതിൽ ചിലപ്പോൾ ഒരു സെറ്റപ്പ് വന്ന് പോയിട്ടുണ്ടാകും. അതെ അതെ, അതുകൊണ്ട് ഞാനും ആദ്യം വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു മോഡലിലായിരുന്നു വർക്ക് ചെയ്തത്. പിന്നീട് വാച്ച് ലിസ്റ്റിൽ നിന്ന് മാറിയിട്ട് സ്ക്രീനേഴ്സ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സാമ്പിൾ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ട് പോലെയുള്ള അങ്ങനെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം Nifty FNO സ്റ്റോക്സ് 10-250 സ്റ്റോക്ക് ഉണ്ട് അല്ലേ. അപ്പൊ ആ അത്രയും സ്റ്റോക്കുകളിൽ ഈ സെറ്റപ്പ് ഏത് സ്റ്റോക്കിലാണ് വരുന്നതെന്ന് ശരിക്കും ആ സ്ക്രീനർ പറഞ്ഞുതരും. അപ്പൊ നമുക്ക് പോയിട്ട് ആ സ്റ്റോക്ക് മാത്രം തുറന്നിട്ട് ട്രേഡ് ചെയ്താൽ പോരെ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ആദ്യം വാച്ച് ലിസ്റ്റ് നോക്കി
പിന്നീട് അതിൽ നിന്ന് മാറി സ്ക്രീനർ ബേസ്ഡ് ട്രേഡിംഗിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു അതാണ് ബെറ്റർ സൊല്യൂഷൻ. താങ്ക് യു. ഓക്കെ, എനി മോർ ക്വസ്റ്റ്യൻസ്? ഷാരിഖിനോടാണ് എൻ്റെ ചോദ്യം. പേര് അമൃത്ലാൽ. ഇപ്പം ആൽഗോറിതമിക് ട്രേഡിംഗ് ആണല്ലോ നിങ്ങൾ ബിസിനസ്സിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം വാട്ട് ഷുഡ് ബി ദ റെലവൻസ് ഓഫ് AI ഇൻ ഫ്യൂച്ചർ ട്രേഡിംഗ്? ഇല്ല, അതായത് ഓവറോൾ ട്രേഡിംഗ് എന്നുള്ള സംഭവം തന്നെ മനുഷ്യൻ മുഴുവനായി ഇരുന്ന് മാനുവലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ടെക്നോളജി ഡ്രിവൺ ആകുന്നു എന്നുള്ള തീം തുടങ്ങിയിട്ട് തന്നെ കുറേ നാളുകളായി. ആ തീമിന്റെ തുടക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അൽഗോരിതമിക് ട്രേഡിംഗിലേക്ക് പോയത്. അപ്പൊ ഇന്ന് നോക്കിയാൽ അതിൽ AI എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ എക്സിക്യൂഷനിൽ AI ഇല്ല. കുറച്ചുകൂടി പഴയ ടെക്നോളജിയാണ് അല്ലെ, വാട്ട് ഇഫ് എൽസ് കണ്ടീഷൻ വെച്ചിട്ടാണ്. അതായത് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ട്രേഡ് എടുക്കാം. ആ രീതിയിലാണ് നമ്മൾ അൽഗോരിതമിക് ട്രേഡിംഗിലേക്ക് വന്നത്. പക്ഷെ അതിനകത്ത് AIക്ക് കുറെ അധികം സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മളെ ബാക്ക് ടെസ്റ്റിംഗിലും റിസർച്ചിലും നമ്മൾ കുറെ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ AIക്ക് കുറെ അധികം സ്കോപ്പ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ അതിനെ പയ്യെ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ഹൗ വി റിസർച്ച് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ AI സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഇങ്ങനെ വരെയല്ല. അതായത് ട്രേഡിംഗ് തന്നെ ഒരു മനുഷ്യനിരുന്ന് ചാർട്ട് വാച്ച് ചെയ്ത് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്നു എന്നുള്ള ഷിപ്പ് തന്നെ സെയിലായിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹൗ ഇസ് ഇറ്റ് ഹ്യൂമൻലി പോസിബിൾ? നമ്മളെല്ലാ കറക്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കും. സ്ക്രീനർ ഉണ്ടെങ്കിൽ പോലും സ്ക്രീനറിൽ ചിലപ്പോൾ 4 സ്റ്റോക്ക് ഒരുമിച്ച് സെറ്റപ്പിൽ വരും. അപ്പം 4 നമ്മൾ പോയി നമ്മുടെ ജഡ്ജ്മെന്റ് യൂസ് ചെയ്ത് 4 സ്റ്റോക്കിലും ഓപ്പർച്യൂണിറ്റി ഏതാണ് നല്ലതെന്ന് മനസ്സിലായി ട്രേഡൊക്കെ എടുത്ത് വരുമ്പോൾ എവിടെ എത്തും? അപ്പൊ ഈ പ്രോബ്ലം ടെക്നോളജി കൊണ്ട് സോൾവ് ആകാൻ തുടങ്ങിയിട്ട് ഐ തിങ്ക് ലാസ്റ്റ് 3-4-5 ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ കമ്പനി അന്ന് അത് കണ്ടപ്പോൾ നമ്മൾ നേരെ അതിലേക്ക് പിവറ്റ് ചെയ്തു. അതൊരു ഹാർഡ് കോൾ ആയിരുന്നു. നമ്മൾ മാനുവൽ ട്രേഡിംഗ് മാറ്റി വെച്ചിട്ട് നമ്മളും ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി വെച്ചിട്ട് വി വെന്റ് ഓൾ ഇൻ. നമ്മൾ ടീമിന്റെ സ്ട്രക്ചർ മാറ്റി കുറെ കൂടെ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്തു, റിസർച്ചേഴ്സിനെ ഹയർ ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി ലോകം അങ്ങോട്ട് പോവുകയാണെന്ന്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിന്റെ ഭാഗമായിട്ട് ആ ഷിഫ്റ്റിൽ തന്നെ ഇനി AIനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ചർച്ച. അപ്പോൾ ഇറ്റ് ഈസ് വെരി നാച്ചുറൽ. സമയം കഴിയുന്തോറും എല്ലാവരും ഇത് അഡോപ്റ്റ് ചെയ്യണം. അപ്പൊ അവിടെയാണ് നിസാം നേരത്തെ പറഞ്ഞ പോലെ എന്ത് സ്കില്ലാണ്, എന്ത് അഡ്വൈസ് ആണ് കൊടുക്കേണ്ടത് എന്നോ ചോദിച്ചു സ്റ്റാർട്ടപ്പിലുള്ളവർക്ക്. അപ്പൊ AI അഡോപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് ഇൻഫാക്ട് ട്രേഡേഴ്സിനും അത് റെലവെന്റ് അല്ലേ? ഇൻഫാക്ട് എല്ലാവർക്കും ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും കാലം മാറുന്നതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൽ പിടിച്ചു വെക്കാനും വിജയിക്കാനും പറ്റുള്ളൂ. അപ്പോ അവിടെ കോഡിംഗ് പഠിക്കണം എന്നുള്ള സാധനങ്ങളും ഇന്ന് കുറഞ്ഞു വരുന്നുണ്ട്. ഇന്ന് ശരിക്കും കുറെ നോ കോഡ് ടൂൾസും ഇപ്പൊ ChatGPTയുടെ ബ്രൗസർ വന്നില്ലേ, അപ്പൊ അതിലൊക്കെ ഏജന്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് വേണം. ടെക് മനസ്സിലാക്കാനും കുറച്ച് അങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിച്ച് ബെറ്റർ ആക്കാനുള്ള ആപ്റ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ എവ്രി വൺ, നമ്മൾ ഇത്രയായിരുന്നു നമ്മുടെ ഒരു പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഒരു സമയപരിമിതിയുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ താങ്ക് എവ്രി വൺ ഹിയർ. ഷാരിഖ്, താങ്ക് യു സോ മച്ച്. ഹിസാം ആൻഡ് സുജിത്. സോ ലെറ്റ്സ് ഗിവ്